നമ്മുടെ ഈ കൺവെൻഷൻ്റെ മൂന്നാമത്തെ സന്ധ്യയിൽ നമുക്കൊരുമിച്ച് വരാൻ വീണ്ടും ദൈവം ആയുസ്സും ആരോഗ്യവും അവസരവും തന്ന് കർത്താവിൻ്റെ കരുണ നമ്മെ സഹായിക്കുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ചില അടിസ്ഥാന ബോധ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയാൽ ദൈവജനത്തിൻ്റെ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ശക്തി ഈ കാലഘട്ടത്തിൻ്റെ തിന്മകളെ പ്രതിരോധിക്കുന്ന വിധം നമ്മളിൽ ഉണർന്നു വരും. അപ്പോൾ അതിന് നമുക്ക് എവിടെയെങ്കിലും ശ്രദ്ധയിൽ ഒരു വ്യതിയാനം വന്നെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് നമ്മൾ ആ ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരികെ മടങ്ങുന്നതിന് സഹായകരമായി നമുക്കൊരു പാഠപുസ്തകമായി ദൈവം തന്നിട്ടുള്ള ഇസ്രായേൽ എന്ന ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ ജീവിതം നാം നമ്മുടെ ധ്യാന വിഷയമാക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ദിവസം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തലത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ഇന്നലെ നമ്മൾ ഒന്നാം പ്രമാണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. ഇസ്രായേലെ കേൾക്കുക, നിൻ്റെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്, ഒരേ ഒരു കർത്താവ്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാണ്. ഇപ്പോൾ ദൈവത്തെ പ്രധാനപ്പെട്ട സ്നേഹമായി കാണണം. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായി ദൈവത്തെ വിലമതിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് ദൈവശക്തി നമുക്കിടയിൽ വെളിപ്പെടുന്നതും വ്യാപരിക്കുന്നതും. നമ്മളതിനെക്കുറിച്ച് സാമാന്യം ദീർഘമായി മനസ്സിലാക്കി. ഇന്ന് നമ്മൾ വീണ്ടും ഇസ്രായേലിൻ്റെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രക്കിടയിലെ മറ്റൊരു ഘട്ടത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ദൈവശക്തി വെളിപ്പെടുന്നതിന്, ദൈവം തൻ്റെ ശക്തമായ കരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നതിന് തടസ്സമായി നിൽക്കുന്നൊരു മേഖലയെ കണ്ടെത്താൻ നമ്മളെ സഹായിക്കും. ഈ കാലഘട്ടത്തിൽ അത് വളരെ പ്രസക്തമായ ഒരു ധ്യാന വായനയായിരിക്കും. അതുകൊണ്ട് നമുക്കതിലേക്ക് കടക്കാം. നമ്മൾ ഇന്നലെ നിങ്ങൾ ആ യാത്രയുടെ ടൈം ലൈൻ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്? മൊവാബ് സമതലത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. മൊവാബ് സമതലത്തിൽ വെച്ച് മോശ തികച്ചും അധാർമിക ജീവിതം നയിച്ചിരുന്ന ഒരു ജനതയുടെ നടുവിലേക്ക് ഇസ്രായേൽ കടന്നു പോകുന്നതിന് മുമ്പ് അവർക്ക് നൽകിയ പരിശീലനം ആയുധ പരിശീലനമായിരുന്നില്ല, പിന്നെ കാറ്റക്കിസമായിരുന്നു. അപ്പോൾ നമ്മളത് കണ്ടു. നരേറ്റീവ് എന്താണെന്ന് നമ്മൾ കണ്ടു. ദൈവം നമുക്ക് വേണ്ടി തന്നിട്ടുള്ള കഥ, അത് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞില്ലെങ്കിൽ മറ്റ് കഥകൾ അതിൻ്റെ പകരം സ്ഥാനം പിടിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി. മൊവാബ് സമതലത്തിൽ വെച്ച് അങ്ങനെ മോശ അവർക്ക് കാറ്റക്കിസം ക്ലാസ് എടുത്ത പുസ്തകമാണ് ഏത് പുസ്തകം? നിയമാവർത്തന പുസ്തകം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഇപ്പോൾ നമ്മുടെ യാത്ര എത്തി നിൽക്കുന്നത് മൊവാബ് സമതലത്തിലാണ്. ഇവിടെ വെച്ച് രണ്ട് പ്രധാനപ്പെട്ട രാജാക്കന്മാരെ ഇസ്രായേൽ പരാജയപ്പെടുത്തി. ഒന്നാമത്തേത് അമോര്യ രാജാവായ സീഹോനെയാണ്. അതുപോലെ തന്നെ മറ്റൊരു രാജാവാണ് ഓഗ്. അപ്പോൾ ഓഗിനെയും സീഹോനെയും ഇസ്രായേൽ പരാജയപ്പെടുത്തി. ഈ പേരുകൾ പിന്നീട് പലതവണ ബൈബിളിൽ ആവർത്തിക്കപ്പെടും. സീഹോനോടും ഓഗിനോടും ചെയ്തതുപോലെ എന്ന് പറഞ്ഞ് പലയാവർത്തി പ്രവചന ഗ്രന്ഥങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന പേരുകളാണ് ഈ രണ്ട് രാജാക്കന്മാരുടെ, അമോര്യ രാജാവ് സീഹോനും ഓഗും. അപ്പോൾ ഇവരെ പരാജയപ്പെടുത്തി ദൈവം ജനത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അവർ മൊവാബ് ദേശത്തെത്തിക്കഴിയുമ്പോൾ മൊവാബിലെ രാജാവിൻ്റെ പേരായിരുന്നു സിപ്പോറിൻ്റെ മകനായ ബാലാക്ക്. മൊവാബിലെ രാജാവായിരുന്നു സിപ്പോറിൻ്റെ മകൻ ബാലാക്ക്. നമുക്ക് എടുക്കാം സംഖ്യാപുസ്തകം 22-ാം അധ്യായം. സംഖ്യാപുസ്തകം 22-ാമത്തെ അധ്യായം 1 മുതൽ ഉച്ചത്തിൽ വായിക്കാം. ഇസ്രായേൽ യാത്ര തുടർന്ന് മൊവാബ് സമതലത്തിൽ ജോർദാനക്കരെ ജെറീക്കോയുടെ എതിർവശത്ത് പാളയമടിച്ചു. ഇസ്രായേൽ അമോര്യരോട് ചെയ്തതെല്ലാം, അമോര്യരോട് ആ രാജാവിൻ്റെ പേരാണ് സീഹോനും ഓഗും. അപ്പോൾ അമോര്യ രാജാക്കന്മാരോട് ചെയ്തതെല്ലാം
സിപ്പോറിൻ്റെ മകൻ ബാലാക്ക് കണ്ടു. സംഖ്യാബലത്തിൽ മികച്ചു നിന്ന ഇസ്രായേലിനെ മോവാബ് ഭയപ്പെട്ടു. അവരെ പ്രതി അവൻ ഭയചകിതനായി. ഉറക്കെ വായിക്കാം. മോവാബ് മിദിയാനിലെ പ്രമാണിമാരോട് പറഞ്ഞു. ഈ രണ്ട് വാക്കുകൾ ഓർത്തിരിക്കണം. മോവാബ്യരും മിദിയാന്യരും. ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ നിൽക്കുന്നത്. മോവാബ്യരും മിദിയാന്യരും. മിദിയാനിലെ പ്രമാണിമാരോട് പറഞ്ഞു, കാളവയലിലെ പുല്ല് തിന്നുന്നത് പോലെ ഈ നാടോടികൾ നമ്മെ വിഴുങ്ങിക്കളയും. സിപ്പോറിൻ്റെ മകൻ ബാലാക്കായിരുന്നു അക്കാലത്ത് മോവാബ്യരുടെ രാജാവ്. അവൻ അമാവിൻ്റെ ദേശത്ത് യൂഫ്രട്ടീസ് തീരത്തുള്ള പെത്തോറിലേക്ക് ദൂതനെ അയച്ച് ബയോറിൻ്റെ മകൻ ബാലാമിനോട് പറഞ്ഞു, ഈജിപ്തിൽ നിന്നൊരു ജനത വന്ന് ഭൂമുഖം മൂടിയിരിക്കുന്നു. അവർ എനിക്കെതിരായി പാളയമടിച്ചിരിക്കുകയാണ്. അതിനാൽ നീ വന്ന് എനിക്ക് കീഴടക്കാൻ സാധിക്കാത്ത ഈ ജനത്തെ ശപിക്കുക. എങ്കിൽ അവരെ ഇവിടെ നിന്ന് തോൽപ്പിച്ചോടിക്കാൻ എനിക്ക് സാധിച്ചേക്കും. നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുന്നു, നീ ശപിക്കുന്നവൻ ശപിക്കപ്പെടുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ബയോറിൻ്റെ മകൻ ബാലാം, അദ്ദേഹം ഒരു പ്രവാചകനാണ്. അദ്ദേഹം യഹൂദ പ്രവാചകനല്ല, യഹൂദ വംശത്തിൻ്റെ ഭാഗമല്ല. അദ്ദേഹം ദമാസ്കസുകാരനായ ഒരു വിജാതീയ പ്രവാചകനായിരുന്നു. ഈ ബയോറിൻ്റെ മകൻ, പേര് പറയൂ, ബാലാം. രാജാവിൻ്റെ പേര് പറയൂ, ബാലാക്ക്. ഇത് ബാലാം. അപ്പോൾ ബാലാക്ക് ബാലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആയുധബലം കൊണ്ട്, കായിക ശക്തി കൊണ്ട്, സൈന്യശക്തി കൊണ്ട് ഈ ജനത്തെ പരാജയപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് മറ്റൊരു മാർഗം നമുക്ക് ഉപയോഗിക്കാം. ഇതിന് കാലികമായ വായനകളുണ്ട്. നമ്മൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന പോരാട്ടം ഒരു മാനുഷിക പോരാട്ടമല്ല. ഞാൻ ഇന്നലെ ഞാനൊരു വൈദികനെ കണ്ടു. അദ്ദേഹം ഇപ്പോൾ ഈ ദിനങ്ങളിലൊക്കെ നടക്കുന്ന ചില പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് സഭ ഇങ്ങനെ ആരോപണ വിഷയമാകുമ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വേദനിക്കുന്ന ഒരു വൈദികനായിരുന്നു. ഞാൻ സന്ദർഭവശാൽ അദ്ദേഹത്തെ കണ്ടതാണ് ഇന്നലെ. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ആ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛനിപ്പം മനസ്സിലായല്ലോ പിശാചുണ്ടെന്ന്. ഇപ്പം അച്ഛന് മനസ്സിലായല്ലോ പിശാചുണ്ടെന്ന്. അതായത് അച്ഛനും ഒരുപക്ഷെ അച്ഛനോട് കൂടെ നിൽക്കുന്നവരും അല്ലെങ്കിൽ അച്ഛൻ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹവും ഒക്കെ മനസ്സാ വാച കർമ്മണ അറിയാത്ത ഒരു കാര്യത്തിൽ അച്ഛൻ ആരോപണ വിധേയനാകുമ്പോൾ അച്ഛനിപ്പം മനസ്സിലായല്ലോ പിശാചുണ്ടെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ മാനുഷിക ശക്തി കൊണ്ട് നമുക്കവനെ നേരിടാൻ പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മളെ ഈ സമൂഹത്തിൽ ക്രിസ്ത്യാനിയെ ആർക്കും ഇഷ്ടമല്ല. ഇത് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് അതിൻ്റെ വാസ്തവം. നമ്മൾ വിചാരിക്കുകയാണ് നമ്മളെ ഇവർക്കൊക്കെ ഇഷ്ടമാണെന്ന്. ഇഷ്ടമല്ല. അതെനിക്ക് പറയുന്നതിന് സങ്കോചം തോന്നുന്നില്ല. അതായത് നമ്മുടെ കോളേജിൽ കുട്ടികൾ പഠിക്കാൻ വരുന്നത് കൊണ്ട് അവർ നമ്മളോട് ചിരിക്കുന്നതേ ഉള്ളൂ. ഇനി നമ്മുടെ ആശുപത്രിയിൽ ചികിത്സിക്കാൻ വരുന്നത് കൊണ്ട് അവർ നമ്മളോട് ചിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ഏതെങ്കിലും സേവനങ്ങൾ അവർ സ്വീകരിക്കുന്നത് കൊണ്ട് ആ സന്ദർഭത്തിൽ അവർ നമ്മളോട് ചിരിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. അവർ മോശപ്പെട്ട മനുഷ്യരെന്നല്ല ഞാൻ പറയുന്നത്. ആത്യന്തികമായിട്ട് ഈ നാട്ടിൽ ക്രിസ്ത്യാനിയെ പൊതുസമൂഹത്തിന് ഇഷ്ടമല്ല എന്ന് നമുക്കൊരു വിഷയം വരുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും നമ്മളെ ആർക്കും ഇഷ്ടമല്ലെന്ന്. അതായത് നമ്മുടെ കൂടെ ഇവരാരും ഉണ്ടാവില്ല. പറഞ്ഞ ഹല്ലേലൂയ. അതിന് നീതി നമ്മുടെ ഭാഗത്താണെങ്കിലും സത്യം നമ്മുടെ ഭാഗത്താണെങ്കിലും ധർമ്മം നമ്മുടെ ഭാഗത്താണെങ്കിലും നമ്മുടെ കൂടെ ആരും ഉണ്ടാവത്തില്ലെന്ന്. അത് ഒരു ദിവസം നേരത്തെ അറിഞ്ഞാൽ നമുക്ക് നല്ലത്. നമ്മൾ വിചാരിക്കരുത് ഇപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ആ രാഷ്ട്രീയക്കാരൻ ഫോൺ എടുക്കുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പിടിയുണ്ട്, ഇപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ കോളേജിലാണ് ചില പ്രധാനപ്പെട്ട സമൂഹത്തിലെ ആളുകൾ പഠിക്കുന്നത്, അതുകൊണ്ട് നമുക്കൊരാപത്ത് വന്നാൽ ഇവർ സഹായിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു, സഹായിക്കില്ല. അത് ഇനിയും മനസ്സിലാക്കാൻ വൈകരുത്. ഇപ്പം ഇതിനോടകം തന്നെ നമ്മളത് തിരിച്ചറിയേണ്ട സമയം കഴിഞ്ഞു. നമുക്ക് ആത്യന്തികമായിട്ട് ഈ പൊതുസമൂഹത്തിലോ അല്ലെങ്കിൽ ഈ രാജ്യത്തോ
ഇനി എന്തിനു പറയുന്നു, രാഷ്ട്രീയത്തിൽ ഒന്നും നമുക്ക് വേണ്ടി സംസാരിക്കാനൊന്നും ആരുമില്ല. പറഞ്ഞ ഹല്ലേലൂയ. അതിന് നമ്മൾ എന്തോരം ബഹളം ഉണ്ടാക്കിയാലും ആ സ്ഥിതി മാറാനും പോണില്ല. കാരണം ഈ ജനതയെ പിശാചിന് വൈരാഗ്യമാണ്. ഈ ജനതയെ സാത്താന് ഇഷ്ടമല്ല. അതുകൊണ്ട് അവൻ കഴിയുന്നിടത്തോളം എല്ലാവരെയും നമുക്കെതിരായി തിരിക്കും. അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മൾ ആത്യന്തികമായി നമുക്ക് ഈ മനുഷ്യരാരും ഇല്ലെന്ന് തിരിച്ചറിയണം. ഇപ്പം തന്നെ എല്ലാവരും കൂടെ ഉണ്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ തന്നെ നമുക്ക് അറിഞ്ഞോണം ഇവരാരും നമ്മുടെ കൂടെ ഇല്ല. ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നതാണ്. നമുക്കാകെ ദൈവം മാത്രമേ ഉള്ളൂ. നമുക്ക് ദൈവം, അതായത് സഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ നമുക്കാകെ ദൈവം മാത്രമേ കാണൂ. ഒരു പുരോഹിതന് വേണ്ടി സംസാരിക്കാൻ ദൈവം മാത്രമേ കാണൂ. ഒരു സിസ്റ്ററിന് വേണ്ടി സംസാരിക്കാൻ ദൈവം മാത്രമേ കാണൂ. ഒരു രൂപതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ദൈവം മാത്രമേ കാണൂ. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ അച്ഛനോട് ഇന്നലെ അത് തന്നെ പറഞ്ഞത്, അച്ഛാ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമ്മുടെയാണ്. പറഞ്ഞ ഹല്ലേലൂയ. അവിടെ അതില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമ്മുടെയാണ്. കാരണം കർത്താവിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ ആശുപത്രികളിൽ ആരാധനാ കേന്ദ്രങ്ങൾ ഉണ്ടാവണം. അതുകൊണ്ട് നമ്മുടെ സ്കൂളുകളിൽ ആരാധനകൾ നടക്കണം. അതുകൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ യേശുവിനെ മഹത്വപ്പെടുത്തണം. അങ്ങനെ ചെയ്താൽ കർത്താവെങ്കിലും മിനിമം നമ്മുടെ കൂടെ കാണും. മനസ്സിലായോ? പറഞ്ഞ ഹല്ലേലൂയ. ഇതിപ്പം മനുഷ്യരും ഇല്ല, ദൈവവും ഇല്ല. ഇതാണ് പലപ്പോഴും നമ്മുടെ അവസ്ഥ. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു മീഡിയ ഉണ്ടാവില്ല, ഒരു മാധ്യമം ഉണ്ടാവില്ല. നമുക്കെതിരെയായിരിക്കും എല്ലാവരും സംസാരിക്കുന്നത്. അതിന് ആർക്ക് ഒരു പ്രശ്നം വന്നാൽ അതങ്ങനെ ആയിരിക്കും. നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ ജാമ്യക്കാരൻ സ്വർഗത്തിൽ, നമുക്ക് വേണ്ടി വാദിക്കുന്നവൻ ഉന്നതത്തിൽ, വേറെ ആരുമില്ല. അത് നേരത്തെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് നല്ലത്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പ്രിയ ജനമേ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ കാലഘട്ടത്തിൽ മനുഷ്യർ നമ്മളെ പല വിധത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കും. അത് രാഷ്ട്രീയമായി നശിപ്പിക്കാൻ ശ്രമിക്കും, സാമൂഹികമായി നശിപ്പിക്കാൻ ശ്രമിക്കും, നമ്മുടെ കോളേജുകളെ തകർത്തുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കും, നമ്മുടെ സ്ഥാപനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കും, നമുക്കിടയിൽ ഭിന്നതയുണ്ടാക്കിക്കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കും. പലതരത്തിൽ നമ്മളെ അവർ ഹൈജാക്ക് ചെയ്യും. അതിന് കാരണമുണ്ട്. കൃത്യമായ ജലസി ഈ സമൂഹത്തോട് ഒരുപാട് ആളുകൾക്കുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. ഇതൊന്നും നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇതാണ് അതിൻ്റെ വാസ്തവം. കൃത്യമായ അസൂയ ഈ സമൂഹത്തോട് ജനത്തിനുണ്ട്. ആ അസൂയ മനുഷ്യരിൽ നിന്ന് വരുന്നതല്ല, അത് പിശാചിൻ്റെ അസൂയയാണ്. ഈ ജനം ഇങ്ങനെ നേരെ നിൽക്കാൻ പാടില്ല. ഇവർ തമ്മിലടിച്ച് നശിക്കണം. ഇവരോരോ അപ്രധാനമായ കാര്യങ്ങളുടെ പേരിൽ തമ്മിലടിച്ച് നാമാവശേഷമാവണം. അതുകൊണ്ട് ഇവരെ എങ്ങനെയെങ്കിലും തകർക്കണം. ഇവർ നേരെ നിൽക്കാൻ പാടില്ല. ഇവരുടെ പള്ളിയിൽ ചെറുപ്പക്കാർ കയറരുത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അവരെ മയക്കുമരുന്ന് കൊടുത്ത് നശിപ്പിക്കാം. ഇവരുടെ ചെറുപ്പക്കാർ രക്ഷപ്പെടാൻ പാടില്ല. ഇവരുടെ ആളുകൾ ഗവൺമെൻറ് സർവീസിൽ ഉണ്ടാവരുത്. ഇവരുടെ ആളുകൾക്ക് നല്ല നല്ല സ്ഥാനങ്ങൾ കിട്ടരുത്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പം ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കരുത്, ഇത് മനുഷ്യൻ ചെയ്യുന്നതല്ല ഇത്. അതായത് ദൈവത്തിൻ്റെ നാമം പേറുന്ന ഒരു ജനത സമൂഹത്തിൽ മെച്ചപ്പെടാൻ പാടില്ലെന്നുള്ളത് പിശാചിൻ്റെ ദൃഢനിശ്ചയമാണ്. അതുകൊണ്ട് അവനെ അഴിച്ചുവിട്ടിരിക്കുന്ന ഈ കാലത്ത് അവൻ സർവ്വസന്നാഹങ്ങളുമായി നമുക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, ഒരു 4-5 കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു തരുന്നത്. നമുക്കെതിരെ വലിയ ഒരു പൈശാചിക ലോകം ഉയർന്നു നിൽപ്പുണ്ട് എന്ന് നമ്മൾ അറിയണം. ഒന്നാമത്തെ കാര്യം അത് നമ്മുടെ ധാരണകളിൽ നമ്മൾ അറിയണം. അല്ലാതെ ഇനി ഈ മെയ് വഴക്കം കൊണ്ടും കയ്യൂക്ക് കൊണ്ടും ഒന്നും രക്ഷപ്പെടാനൊന്നും പറ്റില്ല. അതായത് ഒരു ഓൺലൈൻ മീഡിയക്കാരൻ മതി നിങ്ങളെ നശിപ്പിക്കാൻ, എന്നെ നശിപ്പിക്കാൻ. അതിന് ഈ നാട്ടിലെ മുഖ്യധാര പത്രങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല, മുഖ്യധാര ചാനലുകൾ വേണമെന്നൊന്നുമില്ല.
ഒരു ഓൺലൈൻ ചാനലുകാരൻ വിചാരിച്ചാൽ നാളെ നിങ്ങളെ നശിപ്പിക്കാം. അവരെ നിയന്ത്രിക്കാൻ ഇവിടെ നിയമങ്ങളും ഇല്ല. മനസ്സിലായില്ല? അതായത് ഒരു മനുഷ്യൻ ഒരുമ്പെട്ടിറങ്ങിയാൽ നിങ്ങൾ തീർന്നു പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ പിന്നെ ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മൊവാബ് രാജാവ് ഒരു സിമ്പലാണ്. അയാൾ പറയാണ്, ഈ ജനത്തെ നമുക്ക് പഠിച്ച് തോൽപ്പിക്കാൻ പറ്റില്ല, അറിവ് കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല, സ്വാധീനം കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല, അധ്വാനം കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല. എന്നാൽ ആഭിചാരം ചെയ്ത് തകർക്കാം, എന്നാൽ മന്ത്രവാദം ചെയ്ത് തകർക്കാം. പൈശാചികമായ മാർഗങ്ങൾ, മന്ത്രവാദ ആഭിചാരം എന്ന് പറയുമ്പോൾ പൂജ, കൂടോത്രം, ഈ കാര്യം മാത്രമല്ല, പൈശാചികമായ മാർഗങ്ങൾ ഉപയോഗിച്ച് വളഞ്ഞ വഴിയിലൂടെ ഈ ജനത്തെ തകർക്കാം. ഇതിന് സാത്താൻ അവൻ കച്ച മുറുക്കി ഉടുത്ത് അങ്കത്തട്ടിൽ കയറി അവൻ അംഗം വെട്ടാൻ തയ്യാറായി നിൽക്കുന്നൊരു കാലത്താണ് നമ്മൾ വിശ്വാസം ജീവിക്കുന്നത്. ഇപ്പോൾ മോവാബ് രാജാവ് അതിന് കണ്ടെത്തിയ വഴിയായിരുന്നു ബാലാമിനെ വിളിച്ച് ഈ ജനത്തെ ശപിക്കുക. അങ്ങനെ ബാലാമിൻ്റെ അടുത്തേക്ക് അദ്ദേഹം ആളയച്ചു. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ ബാലാമിൻ്റെ അടുത്തേക്ക് വന്നു. ബാലാം അവരെ കൂടെ താമസിപ്പിച്ചു. രാത്രിയിൽ ദൈവമായ കർത്താവ്, യഹോവയായ ദൈവം ബാലാമിന് പ്രത്യക്ഷപ്പെട്ടു. ബാലാമിനോട് ദൈവം ചോദിച്ചു, നിന്റെ കൂടെയുള്ള ഇവർ ആരാണ്? ബാലാം പറഞ്ഞു, മൊവാബ് രാജാവായ സിപ്പോർ അയച്ച പ്രതിനിധികളാണ് അവർ. എന്തിനു വന്നു? പോയി ഇസ്രായേലിനെ ശപിക്കാൻ. ദൈവം പറഞ്ഞു, പോകരുത്. പ്രഭാതത്തിൽ ഉണർന്ന ബാലാം വന്ന രാജപ്രതിനിധികളോട് പറഞ്ഞു, വരാൻ അനുവാദം ദൈവം നിഷേധിച്ചു. വരാൻ ദൈവം പറയുന്നതിൽ കൂടുതൽ ചെയ്യാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇവർ പോയി രാജാവിനെ വിവരം അറിയിക്കുമ്പോൾ രാജാവ് കൂടുതൽ ബഹുമാന്യരായ കുറേ പ്രതിനിധികളെ അയച്ചു. അവർ വിശിഷ്ടമായ സമ്മാനങ്ങളുമായി ബാലാമിനെ തേടിയെത്തി. ബാലാം കാശെറിഞ്ഞാൽ വീഴുന്ന ടൈപ്പിലുള്ള ഒരു പ്രവാചകനായിരുന്നു. അതുകൊണ്ട് ഈ സമ്മാനങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം അല്പം തീരുമാനത്തിൽ അയവ് വരുത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ ഒന്ന് ദൈവത്തോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം രണ്ടാമതും ദൈവത്തോട് ചോദിച്ചു. ദൈവം പറഞ്ഞു, എന്നാ പൊക്കോളാൻ പറഞ്ഞു. ആ പറഞ്ഞത് പോകരുത് എന്നാണ് പറഞ്ഞത് എന്ന് നമുക്ക് താഴോട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാവും. അതായത് ഒത്തിരി നിർബന്ധിച്ച് കഴിയുമ്പോൾ എന്നാൽ പിന്നെ പൊക്കോളാൻ പറയത്തില്ലേ, എന്നാ നീ പോ എന്ന് പറയുന്ന ആ ടോണിലാണ്. അപ്പം അങ്ങനെ പോയി. അങ്ങനെ ബാലാം ദൈവം അനുവദിച്ചു എന്ന് കരുതി ഇവരുടെ കൂടെ യാത്ര തിരിച്ചു. പക്ഷേ ഈ യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ ദൈവം അനുവദിച്ചതായിരുന്നില്ല അത് എന്നുള്ളതിൻ്റെ തെളിവായി ബാലാം ഇടവഴിയിലേക്ക്, ഒരു കഴുതയുടെ പുറത്താണ്, കഴുതപ്പുറത്ത് കയറി ബാലാം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ബാലാമിൻ്റെ മുമ്പിൽ ഊരിയ വാളുമായി ഒരു ദൈവദൂതൻ വന്ന് നിന്നു. അപ്പോൾ ഈ ദൈവദൂതൻ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ബാലാമിന് അത് കാണാൻ പറ്റിയില്ല. ബാലാമിനത് കാണാൻ പറ്റിയില്ല. ഞാൻ പറയുന്നൊരു വാക്യം നിങ്ങൾ വായിക്കണം. അതായത് ഈ ബാലാം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധാരണ പ്രോഫറ്റ് അല്ല. 24-ാം അധ്യായം 4-ാമത്തെ വാക്ക്, ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ചവൻ. ഉറക്കെ വായിക്കുക, 24:4. ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ചവൻ, ദൈവത്തെ കേൾക്കാൻ പറ്റുന്നവൻ, സർവശക്തനിൽ നിന്ന് ദർശനം കിട്ടുന്നവൻ, തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിക്കുന്നവൻ. പറഞ്ഞേ ഹല്ലേലൂയ. തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിക്കുന്നവൻ. ഇവിടെ കണ്ണടച്ചാൽ പോലും ഒന്നും കിട്ടാത്ത മനുഷ്യരാണ് നമ്മൾ. അന്നേരമാണ് ഇയാൾ കണ്ണ് തുറന്നു വെച്ചാണ് ദർശനം കാണുന്നത്, കണ്ണ് തുറന്നു വെച്ച്. അങ്ങനത്തെ പ്രവാചകനാണ് ബാലാം. ഈ പ്രവാചകന് പക്ഷേ ഊരിയ വാളുമായി മുന്നിൽ നിൽക്കുന്ന ദൈവദൂതനെ കാണാൻ പറ്റുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് സിദ്ധികളുണ്ടാവാം, അറിവുണ്ടാവാം, പാണ്ഡിത്യം ഉണ്ടാവാം, പഠിപ്പുണ്ടാവാം, അനുഭവങ്ങളുണ്ടാവാം. പക്ഷേ ചില കാര്യങ്ങൾ നമ്മളെ അന്ധമാക്കി കഴിഞ്ഞാൽ നമുക്ക് മുമ്പിൽ നിൽക്കുന്നത് കാണാൻ പറ്റില്ല. കൊച്ചു പിള്ളേർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, പ്രേമത്തിന് കണ്ണില്ലെന്ന് മാതാപിതാക്കന്മാർ പറയും. പ്രേമത്തിന്
നന്നായിട്ട് പ്രേമിച്ച് പ്രേമം മൂത്ത് കഴിയുമ്പോൾ, ഡോപ്പമിൻ്റെ അളവ് കൂടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പിന്നെ ഒന്നും കാണത്തില്ല. പിന്നെ കാണുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇടിയിട്ടി തുടങ്ങുമ്പോഴാണ് ആ കണ്ണ്, അന്ന് പണ്ടടഞ്ഞ കണ്ണ് തുറക്കപ്പെടുന്നത് എന്ന് പറയുന്ന പോലെ ചില കാര്യങ്ങൾ മനസ്സിൽ അങ്ങ് ഒബ്സഷനായി കഴിഞ്ഞാൽ പിന്നൊന്നും കാണാൻ പറ്റില്ല. ബാലാമിൻ്റെ ഒബ്സഷൻ സമ്പത്താണ്, പണം കയറി തലയ്ക്കകത്ത് ഒരു വിഗ്രഹമായി കഴിഞ്ഞപ്പോൾ കൺമുമ്പിൽ നിൽക്കുന്ന അപകടം കാണാൻ പറ്റുന്നില്ല. സമ്പത്ത് നല്ല സഹായമാണ്. മണി ഈസ് എ ഗുഡ് സെർവൻ്റ് എന്നാണ് പറയുന്നത്, ബട്ട് എ ബാഡ് മാസ്റ്റർ. പണം ഒരു നല്ല ദാസനാണ്, മോശപ്പെട്ട യജമാനനാണ്. പണം കുമിഞ്ഞുകൂടി കഴിയുമ്പോൾ പിന്നെ പലതും കാണാൻ പറ്റാതാവും. സമ്പത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പണം കൂടി വരുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ പിന്നെ കാണാൻ പറ്റാതാവും. ഇന്നലെ വരെ കണ്ട മനുഷ്യരെ പിന്നെ അവരെ കാണുന്നില്ല, കണ്ണിൽപ്പെടുന്നില്ല അവർ. പിന്നെ സഹായിച്ചവരെയും സ്നേഹിച്ചവരെയും ഒന്നും കാണാൻ പറ്റില്ല, കണ്ണടഞ്ഞു പോവും. അപ്പം ഈ പണം ഒബ്സഷനായ ബാലാമിൻ്റെ കണ്ണ് അടയ്ക്കപ്പെട്ടു. ദൈവദൂതനെ അയാൾ കണ്ടില്ല. പക്ഷേ കഴുത കണ്ടു. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഈ നമ്മൾ കാണത്തില്ല, കഴുത കാണും. അച്ഛൻ കാണത്തില്ല, കപ്പ്യാർ കാണും. അതാണ് അതിൻ്റെ വ്യത്യാസം. മനസ്സിലായി? ധ്യാനഗുരു കാണത്തില്ല, പാട്ടുകാരന് കിട്ടും. അതായത് നമ്മൾ കാണത്തില്ല, നമ്മൾ കാണാത്തത് നമ്മൾ കഴുതയാന്ന് വിചാരിക്കുന്നവന്മാർ കാണും. എന്നിട്ട് അവർ പറയും, അച്ഛാ ഈ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറയും. അന്നേരം നമ്മൾ ബാലാം ചെയ്തതുപോലെ കഴുതയെ തല്ലും, അവനെ സസ്പെൻഡ് ചെയ്യും, അവനെ ഡിസ്മിസ് ചെയ്യും, അവനെ പുറത്താക്കും, അവനെ ജയിലിലടയ്ക്കും. അപ്പോൾ ഇതാണ് ബാലാം ഊരിയ വാളുമായി ദൈവദൂതൻ നിൽക്കുന്ന കഴുത കണ്ടപ്പോൾ കഴുത അവിടെ കിടന്നു കളഞ്ഞു. ബാലാം കഴുതയെ അടിച്ചു. കഴുത എഴുന്നേറ്റ് മുന്നോട്ട് നീങ്ങി. ദൂതൻ വഴിയിൽ വന്ന് നിന്നു. കഴുത ഭിത്തിയോട് ചേർന്ന് നീങ്ങി. ബാലാമിൻ്റെ കാലൊരഞ്ഞു. ബാലാം വീണ്ടും കഴുതയെ അടിച്ചു. മൂന്നാമത് ഊരിയ വാളുമായി മുമ്പ് നിൽക്കുന്ന ദൈവദൂതനെ കണ്ട് കഴുത വയലിലേക്ക് ചാടി ബാലാമിൻ്റെ നടുവെട്ടി. ബാലാം കഴുതയെ വീണ്ടും അടിച്ചു. മൂന്നാമത്തെ തവണയും ബാലാം അടിച്ചപ്പോൾ കഴുതയ്ക്ക് ദൈവം സംസാരശേഷി കൊടുത്തു. കഴുത ബാലാമിനോട് സംസാരിക്കാൻ തുടങ്ങി. കഴുത പറഞ്ഞു, എന്തിനാടാ കഴുത എന്നെ അടിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ബാലാം പറഞ്ഞു, നീ സംസാരിക്കുന്നോ? നീ എന്താണ് ഈ സംസാരിക്കുന്നത്? അപ്പോൾ കഴുത പറഞ്ഞു, ഞാൻ 3 പ്രാവശ്യം ഒഴിഞ്ഞു മാറിയില്ലായിരുന്നെങ്കിൽ ഈ ദൈവദൂതൻ എന്നെ കൊന്നേനെ. ദൂതനും പറഞ്ഞു, എടാ ഈ കഴുത കടന്നില്ലായിരുന്നെങ്കിൽ, കഴുത മതിലിനോട് മാറിയില്ലായിരുന്നെങ്കിൽ, കഴുത വയലിലേക്ക് ചാടിയില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കൊന്നേനെ. ഓർത്തോണം, ചില കഴുതകളാണ് ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം. നമ്മളെ കൊല്ലാതെ വിട്ടത് ചില കഴുതകൾ ചില ആക്ഷേപം പറഞ്ഞതിൻ്റെ പേരിലാണ്, ചില അപവാദം പറഞ്ഞതിൻ്റെ പേരിലാണ്, ചില കുറ്റപ്പെടുത്തലുകൾ തന്നതിൻ്റെ പേരിലാണ് നമ്മൾ ഇന്നും ജീവനോടിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് കഴുതയെ തല്ലരുത്. കഴുത പറഞ്ഞു തരികയാണ്, വിവേകം പറഞ്ഞു തരികയാണ്, എടാ നീ പോകുന്നത് ശരിയായ വഴിയിലല്ല. എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. അതായത് കാലത്തിൻ്റെ അടയാളങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സൂചന ഇതാണ്. ആമോസിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമ്മളൊരു കാര്യം കാണും. ആമോസിൻ്റെ പുസ്തകം 9-ാം അധ്യായം, ആമോസിൻ്റെ പുസ്തകം 9-ാം അധ്യായം 7-ാമത്തെ വാക്യം. ആമോസ്, ഒരു സെക്കൻഡ്. ആമോസ് 9:7 വായിക്കേ. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ജനമേ, നിങ്ങൾ എനിക്ക് എത്യോപ്യക്കാരെ പോലെയല്ലയോ. ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്നും, ഫിലിസ്തീരെ കഫ്തോറിൽ നിന്നും, സിറിയക്കാരെ കീറിൽ നിന്നും കൊണ്ടുവന്നത് ഞാനല്ലയോ. ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ദൈവം അതേ സമയത്ത് സൈമൾട്ടേനിയസ് ആയിട്ട് വേറെ ജനതകളെയും ഇവരുടെ ചുറ്റിനും കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്നാണ് ആമോസ് 9:7 പറയുന്നത്.
ഇസ്രായേലിനെ മാത്രമല്ല ദൈവം കൊണ്ടുവന്നത്, ദൈവം ഫിലിസ്ത്യരെ കഫ്തോറിൽ നിന്ന് കൊണ്ടുവന്ന് ഇവരുടെ നെയ്ബർഹുഡിൽ താമസിപ്പിച്ചു. എന്തിന്? പിന്നീട് ഇസ്രായേലിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാം, എവിടെ ഇസ്രായേൽ ദൈവത്തെ നകലുന്നോ, എവിടെ ഇസ്രായേൽ വിഗ്രഹങ്ങളിലേക്ക് ആശ്രയിക്കുന്നോ, എവിടെ ഇസ്രായേൽ ദൈവകൽപ്പന മറക്കുന്നോ, അപ്പോൾ ഈ അയലോക്കത്തുനിന്ന് ഫിലിസ്ത്യർ വന്ന് ഇവരെ ആക്രമിക്കും. സത്യം പറഞ്ഞാൽ ഈ ചാനലുകാരെ എല്ലാം നിർത്തിയിരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഉത്തരം ആരാണ്? ദൈവമാണ്. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ ശ്രദ്ധ മാറുന്നു എന്ന് തോന്നിയാൽ അപ്പോൾ ദൈവം ഏതെങ്കിലും ഒരുത്തനെ കൊണ്ടുവന്ന് നമുക്കെതിരെ നിർത്തും. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് കാലത്തിൻ്റെ അടയാളങ്ങൾ വായിക്കേണ്ട പ്രധാനപ്പെട്ടൊരു സൂചനയാണ്. അതായത് എവിടെങ്കിലും എന്തെങ്കിലും ഒരനക്കം കാണുമ്പോൾ ഓർത്തോണം, നമുക്ക് എവിടെയോ ദൈവത്തിലേക്ക് തിരിയേണ്ട ഒരു മേഖല ദൈവം നമ്മളെ റിമൈൻഡ് ചെയ്യുകയാണത്. ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് സ്വീകരിക്കേണ്ട ഒരു മേഖലയെക്കുറിച്ച് ദൈവം നമുക്ക് പറഞ്ഞു തരികയാണത് ആത്യന്തികമായിട്ട്. അതുകൊണ്ട് നമുക്കെതിരെ നിന്ന് എല്ലാ മനുഷ്യരും നമ്മളെ സഹായിച്ചിട്ടേ ഉള്ളൂ, വളർത്തിയിട്ടേ ഉള്ളൂ. നമ്മുടെ വിജയങ്ങളെക്കാൾ നമ്മളെ വലുതാക്കിയത് നമ്മുടെ പരാജയങ്ങളാണ്. നമ്മളെ സ്നേഹിച്ചവരെക്കാൾ നമ്മളെ വളർത്തിയത് നമ്മളെ ദ്രോഹിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ദൈവത്തെ ആശ്രയിക്കാൻ ഇവർ നമ്മളെ പഠിപ്പിച്ചു. എന്തോ ആവട്ടെ, അപ്പോൾ ഈ പറയുന്ന ബാലാമിൻ്റെ കണ്ണടയ്ക്കപ്പെട്ട് ബാലാം പോകുന്ന സമയത്ത് കഴുത താഴെ കിടന്നത് കൊണ്ടാണ്, കഴുത വയലിലേക്ക് ചാടിയത് കൊണ്ടാണ്, കഴുത മതിലിനോട് ചേർന്ന് അങ്ങോട്ട് ചേർന്ന് നിന്നത് കൊണ്ടാണ് നിന്റെ ജീവൻ രക്ഷപ്പെടുത്തിയ ദൂതൻ പറഞ്ഞു. അപ്പോൾ ദൂതൻ പറഞ്ഞു, നീ പൊക്കൊള്ളുക, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ, പക്ഷേ ദൈവം പറയുന്നത് മാത്രമേ പറയാവൂ. ഇങ്ങനെ ബാലാക്കിൻ്റെ അടുത്തേക്ക്, മോവാബ് രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇനി അവിടെ എത്തിക്കഴിയുമ്പോൾ, മോവാബ് രാജാവിൻ്റെ അടുത്ത് എത്തിക്കഴിയുന്ന ബാലാമിനെയും കൊണ്ട് രാജാവ് 4 പ്രാവശ്യം ഉയർന്ന ഒരു മലയുടെ മുകളിലേക്ക് കയറി മോവാബ് സമതലത്തിൽ പാളയമടിച്ചിരിക്കുന്ന ഇസ്രായേൽക്കാരെ ചൂണ്ടിക്കാണിച്ചിട്ട് അവരെ ശപിക്കാൻ ആവശ്യപ്പെട്ടു. 4 പ്രാവശ്യവും ബാലാം ഇങ്ങനെ മലമുകളിലേക്ക് കയറി ബാലാക്ക് തരാൻ പോകുന്ന സമ്മാനങ്ങൾ സ്വപ്നം കണ്ട് ജനത്തെ ശപിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റി. അവൻ ശപിക്കാൻ വാതുറക്കുമ്പോൾ അവൻ്റെ വായിൽ നിന്ന് വരുന്നതെല്ലാം അനുഗ്രഹമാക്കി മാറ്റി. മനോഹരമായ ദർശനങ്ങളാണ് ബാലാമിൻ്റെ ദർശനങ്ങൾ. യേശുക്രിസ്തുവിനെ കുറിച്ച് മനോഹരമായി പഴയ നിയമത്തിൽ മോശ കഴിഞ്ഞാൽ പിന്നീട് ആദ്യം പ്രവചിക്കുന്ന പ്രവാചകൻ ഈ വിജാതീയനായ ബാലാമാണ്. യൂദായിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കുമെന്നും ഒരു ചെങ്കോൽ ഉയരുമെന്നുമൊക്കെ, യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കുമെന്നുമൊക്കെ പ്രവചിക്കുന്നത് ഈ ബാലാമാണ്. ഞാൻ ഈ ദർശനം തന്നെ നമുക്ക് ഒത്തിരി സമയമെടുത്ത് വിശദീകരിക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഒരു വാചകം നിങ്ങളുടെ ഒരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. സംഖ്യാപുസ്തകത്തിൻ്റെ 24-ാമത്തെ അധ്യായം, സംഖ്യാപുസ്തകം 24-ാമത്തെ അധ്യായം 15 മുതൽ വായിക്കാം. സംഖ്യ 24:15 മുതൽ ബാലാമിൻ്റെ 4-ാമത്തെ പ്രവചനമാണത്. ബാലാം പ്രവചനം തുടർന്നു. ഉച്ചത്തിൽ വായിക്കാമോ? ബയോറിൻ്റെ മകൻ ബാലാമിൻ്റെ പ്രവചനം, ദർശനം ലഭിച്ചവൻ്റെ പ്രവചനം, ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ചവൻ, അത്യുന്നതൻ്റെ അറിവിൽ പങ്കുചേർന്നവൻ, സർവശക്തനിൽ നിന്ന് ദർശനം സിദ്ധിച്ചവൻ, തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ പ്രവചിക്കുന്നു. ഉറക്കെ വായിക്കുക. ഞാൻ അവനെ കാണുന്നു. എന്നാൽ ഇതാരെ ആവും? ഞാൻ അവനെ, അതേ ഇയാൾ ദർശനം കാണുകയാണ്. ഞാൻ അവനെ കാണുന്നു. ഇപ്പോഴല്ല, അവനിപ്പോൾ വരുന്നവനല്ല, പിന്നെ വരാൻ പോകുന്നു. ഇതാരെക്കുറിച്ചാവും? യേശുവിനെ കുറിച്ചാണ്. ഞാൻ അവനെ കാണുന്നു എന്നാൽ ഇപ്പോഴല്ല, ഞാൻ അവനെ ദർശിക്കുന്നു എന്നാൽ അടുത്തല്ല. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും, അത് മോവാബിൻ്റെ നെറ്റിത്തടം തകർക്കും, ഷേത്തിൻ്റെ പുത്രന്മാരെ സംഹരിക്കും, ഏദോം അന്യാധീനമാകും. ഇനി ശ്രദ്ധിക്കുക, ഏദോം, യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കുമ്പോൾ, ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോൽ ഉയരുമ്പോൾ അത് മോവാബിൻ്റെ നെറ്റിത്തടം തകർക്കും, ഏദോം അന്യാധീനമാകും. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിൽ ഈ യാക്കോബിൽ നിന്നുള്ള നക്ഷത്രം, ഇസ്രായേലിൽ നിന്നുയർന്ന ചെങ്കോൽ, യേശു ക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചു കഴിയുമ്പോൾ ജ്ഞാനികൾ അവനെ കാണാനെത്തുന്ന സമയത്ത്
യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ എന്ന ചോദ്യം ഹെറോദേസിന്റെ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ മുഴങ്ങുമ്പോൾ ഹെറോദേസ് പരിഭ്രമിച്ചു, അവനോടൊപ്പം ജെറുസലേം മുഴുവനും. അങ്ങനെ അവൻ കുഞ്ഞുങ്ങളെയെല്ലാം അവിടെ ആ പ്രദേശത്ത് അടുത്തയിടെ ജനിച്ച കുഞ്ഞുങ്ങളെയെല്ലാം കൊല്ലാൻ ഉത്തരവിട്ടു. അങ്ങനെ കുഞ്ഞിപ്പൈതങ്ങളെ കൊല ചെയ്തു എന്ന് പുതിയ നിയമത്തിൽ വായിക്കുന്നു. ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഹെറോദേസ് പരിഭ്രാന്തനായത്? അത് യഹൂദന്മാരുടെ രാജാവായി ഒരാൾ ജനിച്ചു എന്ന വാർത്ത കേൾക്കുന്നത് കൊണ്ട് മാത്രമല്ല. ജ്ഞാനികൾ ഹെറോദേസിൻ്റെ അടുത്ത് വന്ന് പറയുന്ന വാചകം ഇതാണ്: യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെയാണ്? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ടിട്ട് അവനെ കാണാൻ വന്നതാണ്. എന്ത് കണ്ടിട്ട്? ബാലാമിൻ്റെ പ്രവചനം എന്താണ്? യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. അപ്പൊ ഇവിടെ ജ്ഞാനികൾ പറയുന്നത് എന്താണ്? ഒരു നക്ഷത്രം, യാക്കോബിൽ നിന്ന് ഉദിക്കുന്ന ഒരു നക്ഷത്രം ഉദിച്ചെന്ന് ഒരു നക്ഷത്രം ഞങ്ങളോട് പറഞ്ഞപ്പോഴാണ് ഞങ്ങളിവിടെ വന്നത്. ഇത് കേട്ടപ്പോൾ ഹെറോദേസ് അവിടെ ഉണ്ടായിരുന്ന നിയമജ്ഞന്മാരുമായി ചർച്ച ചെയ്തപ്പോൾ അവർ തിരുവെഴുത്തിൽ നിന്ന് നിശ്ചയമായും ബാലാമിൻ്റെ ഈ പ്രവചനം എടുത്തു കാണും. എടുത്തു വായിക്കുമ്പോൾ ഹെറോദേസിനോട് അവർ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോൽ ഉയരും, അത് ഉയരുമ്പോൾ മൊവാബിൻ്റെ നെറ്റിത്തടം അത് തകർക്കും, ഏദോം അന്യാധീനമാകും. നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ഹെറോദേസ് ഏദോമ്യനായിരുന്നു. ഏദോമ്യൻ, അത് ഏദോമിനെ അന്യാധീനമാക്കും. ബുദ്ധിമാനായ ഹെറോദേസിന്, മഹാനായ ഹെറോദേസിന്, അങ്ങനെയാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന് മനസ്സിലായി, ഈ കുഞ്ഞിൻ്റെ പിറവിയോടെ ഞാൻ അന്യാധീനമാവും എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറയുന്ന ടൈറ്റിൽ ഇനി എനിക്കോ എൻ്റെ സന്തതി പരമ്പരകൾക്കോ ഇല്ല. ഇസ്രായേലിൻ്റെ യഥാർത്ഥ നക്ഷത്രം ഉദിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, പുതിയ നിയമത്തിൽ സുവിശേഷകന്മാർ കോട്ട് ചെയ്യുന്ന പ്രവചനം പോലും ആരുടെ പ്രവചനമാണ്? ബാലാമിൻ്റെ പ്രവചനമാണ്. ഈ വിജാതീയനായ ബാലാമിൻ്റെ പ്രവചനമാണ്. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. ഇത് മത്തായി കോട്ട് ചെയ്യുന്നുണ്ട് ബാലാമിൻ്റെ പ്രവചനം. ശ്രദ്ധിക്കുക, ഇത്രയും ഉദാത്തമായ പ്രവചന സിദ്ധി ഉണ്ടായിരുന്ന, തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചിരുന്ന, ലോകത്തിൻ്റെ രക്ഷകനായി നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പിറവി കൊള്ളാൻ പോകുന്ന രക്ഷകനെക്കുറിച്ചുള്ള, അവൻ്റെ ഉദയത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പറഞ്ഞിരുന്ന ആ ബാലാമിന് പക്ഷേ സമ്പത്ത്, അത്യാഗ്രഹം, പദവികൾ, സ്ഥാനമാനങ്ങൾ കണ്ണുകളെ അന്ധമാക്കിയപ്പോൾ എതിരെ നിൽക്കുന്ന ദൈവത്തെയോ ദൈവദൂതനെയോ കാണാൻ പറ്റിയില്ല. നമ്മളെപ്പോഴും എളിമയോടെ കർത്താവിൻ്റെ മുമ്പിൽ പറയണം: കർത്താവേ, ഒരു കാരണവശാലും ഒന്നും ഞങ്ങളുടെ കണ്ണുകളെ അന്ധമാക്കാൻ അങ്ങ് അനുവദിക്കരുത്. ഞങ്ങളുടെ കാഴ്ച അന്ധമായി പോകരുത്, ഞങ്ങളുടെ കണ്ണടഞ്ഞു പോകരുത്. ഞങ്ങളുടെ ഇടവകയുടെ, ഞങ്ങളുടെ സഭയുടെ, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ പൗരോഹിത്യത്തിൻ്റെ, സന്യാസത്തിൻ്റെ കണ്ണ് അടഞ്ഞു പോകരുത്. ഞങ്ങൾക്ക് കാര്യങ്ങളെ അതിൻ്റെ നിജസ്ഥിതിയിൽ കാണാനുള്ള കൃപ തരണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നമുക്ക് യാഥാർത്ഥ്യങ്ങളെ അതുപോലെ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് നമ്മൾ എല്ലാം വൈകിപ്പോയി കഴിഞ്ഞത് കണ്ടിട്ട് കാര്യമില്ല. പിന്നീടെല്ലാം ശാപം കിട്ടിക്കഴിഞ്ഞും മരിച്ചു കഴിഞ്ഞും അല്ലെങ്കിൽ തകർന്നു കഴിഞ്ഞും നശിച്ച് കിടക്കുമ്പോഴും നമ്മൾ അയ്യോ ഇതായിരുന്നു അതിൻ്റെ വാസ്തവം എന്നറിഞ്ഞിട്ട് കാര്യമില്ല. അതായത് കാര്യങ്ങളെ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ കാണാനുള്ള ഒരു കണ്ണ് നമുക്ക് തുറന്നു കിട്ടണം. അത് ആ ആത്മീയ കണ്ണ് തുറന്നു കിട്ടണം. ഇത് പിശാച് പലതരത്തിൽ അടച്ചു കളയും. യോഹന്നാൻ പറയുന്നുണ്ട്, സാത്താൻ അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ അവൻ പോകുന്നത് എവിടേക്കാണെന്ന് അവൻ അറിയുന്നില്ല. കണ്ണടച്ചു കളയും. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ശരിയെന്ന് നീ വിചാരിക്കുന്ന വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം. ശരിയാണെന്ന് നീ വിചാരിക്കുന്ന വഴി നിന്റെ മരണത്തിലേക്ക് നയിക്കുന്നതാവാം. അപ്പം എന്തോ ആവട്ടെ, അങ്ങനെ ഈ മനുഷ്യൻ 4 പ്രവചനങ്ങൾ നടത്തി. ഈ 4 പ്രവചനത്തെയും ദൈവം അനുഗ്രഹമാക്കി മാറ്റി. ഇനിയാണ് ഇവിടെ യഥാർത്ഥ പ്രശ്നം ആരംഭിക്കുന്നത്. ബാലാമിന് സമ്മാനങ്ങൾ വേണം. എന്നാൽ ബാലാമിന് ജനത്തെ ശപിക്കാൻ പറ്റിയില്ല, രാജാവിനെ പ്രസാദിപ്പിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അദ്ദേഹം, നമ്മൾ വായിക്കുന്നത് 24 അധ്യായം 25 വാക്യം, ബാലാം സ്വദേശത്തേക്ക് മടങ്ങി, ബാലാക്ക് തൻ്റെ വഴിക്കും പോയി. പഴയ നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിൽ മറ്റൊരു സൂചന നമുക്ക് കിട്ടും. ആ സൂചന വായിച്ചിട്ട് 25 അധ്യായത്തിലേക്ക് വരാം. അത് വെളിപാട് പുസ്തകത്തിൽ
നമുക്ക് കാണാൻ പറ്റും, ഈ ബാലാക്ക് അങ്ങ് വെറുതെ നിർദോഷനായി തിരിച്ചു പോയില്ല. പോകുന്നതിന് മുമ്പ് നല്ല ഒരു ആപ്പടിച്ചിട്ടാണ് ഇയാൾ പോയത്. അതെന്താണെന്ന് വെളിപാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. വായിക്കാം. വെളിപാട് പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. വെളിപാട് 2:14 വായിക്കാം. എങ്കിലും നിനക്കെതിരായി ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. വിഗ്രഹങ്ങൾ കർപ്പിച്ചവ ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകാൻ ബാലാക്കിനെ പഠിപ്പിച്ച ബാലാമിൻ്റെ ഉപദേശങ്ങൾ മുറുകെ പിടിക്കുന്നവർ അവിടെയുണ്ട്. അതായത് ഇയാൾ പോകുന്നതിന് മുമ്പ്, ശ്രദ്ധിക്കുക, പോകുന്നതിന് മുമ്പ് ഇദ്ദേഹം ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ബാലാക്കിനോട് പറഞ്ഞു, ഈ ജനത്തെ ശപിച്ചൊന്നും കൊല്ലണ്ട, മന്ത്രവാദ ആഭിചാരമൊന്നും ഇവരുടെ നേരെ പ്രയോഗിക്കണ്ട, പ്രയോഗിച്ചാലും കാര്യമില്ല, യാക്കോബിന് ആഭിചാരം ഏൽക്കില്ല, ഇസ്രായേലിൽ ക്ഷുദ്രം ഫലിക്കില്ല. ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഈ ജനത്തെ കൊണ്ട് 2 തെറ്റ് ചെയ്യിച്ചാൽ ഈ ജനം തന്നെ നശിച്ചോളും. ഈ ജനത്തെ കൊണ്ട് 2 തെറ്റ് ചെയ്യിച്ചാൽ ഈ ജനം തന്നെ നശിച്ചു പൊക്കോളും. ആ 2 തെറ്റാണ് അവിടെ വെളിപാടിൽ വായിച്ചത്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധന നടത്താനും വ്യഭിചാരം ചെയ്യാനും. അതായത് 1-ാം പ്രമാണവും 6-ാം പ്രമാണവും, ഈ 2 കൽപ്പനകൾ ഈ ജനം തെറ്റിച്ചാൽ, ഈ ജനത്തെ വിഗ്രഹാരാധനയിലും അശുദ്ധ ജീവിതത്തിലും കെട്ടിയിട്ടാൽ ഇവരുടെ സാധ്യതകളെല്ലാം തന്നെ അടഞ്ഞു പൊക്കോളും. ഇവരൊരിക്കലും രക്ഷപ്പെടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ബാലാക്ക് നല്ല ഒരു ഉപദേശമായിട്ട് സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം മിദിയാൻകാരെ വിളിച്ചുകൂട്ടി. എന്നിട്ട് അദ്ദേഹം മോവാബിൽ ഒരു ഉത്സവം സംഘടിപ്പിച്ചു. 25-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, ബാൽ പയോറിൽ, പയോർ എന്ന് പറയുന്ന സ്ഥലത്ത്, എന്നെ കേൾക്കുക, പിന്നെ വായിക്കാം. ബാൽ പയോറിൽ അദ്ദേഹം അവിടുത്തെ മിദിയാൻകാരുടെ ദേവന് ഒരു ഉത്സവം സംഘടിപ്പിച്ച് ആ ഉത്സവത്തിന് ഈ ഇസ്രായേൽ മക്കളെ ക്ഷണിച്ചു. അപ്പോൾ സൗഹൃദ സംഭാഷണം നടത്തി അങ്ങോട്ട് ചെന്ന് ഇസ്രായേൽ മക്കളെ ഈ ഉത്സവത്തിന് ക്ഷണിച്ചു. അങ്ങനെ ഇസ്രായേൽക്കാരെല്ലാവരും ഈ ഉത്സവത്തിന് വന്നു. അവർ നിർദോഷമായിട്ട് അതിനെ കണക്കാക്കിയുള്ളൂ. ഒരു ഉത്സവത്തിന് വന്ന് അങ്ങനെ അവർ നിന്ന സമയത്ത് മിദിയാൻകാരികളായ സ്ത്രീകളെ കൊണ്ട് ഇസ്രായേൽ പുരുഷന്മാരെ വശീകരിച്ച് അവരുമായി വ്യഭിചാര കർമ്മത്തിൽ ഏർപ്പെടാൻ ഇസ്രായേൽ പുരുഷന്മാരെ മിദിയാന്യ സ്ത്രീകൾ വഴിതെറ്റിച്ചു. അപ്പോൾ 2 പാപം ബാൽപയോറിൽ വെച്ച് ഇസ്രായേൽ ചെയ്തു. 1, അവർ വിഗ്രഹാരാധനയിൽ മുങ്ങിക്കടന്നു. 2, അവർ തങ്ങളുടെ ശരീരങ്ങളെ മലിനമാക്കി. ഇതിൻ്റെ ഏറ്റവും ഭയാനകമായ ഒരവസ്ഥ നമ്മൾ കാണുന്നത് 25-ാമത്തെ, നമുക്ക് വായിക്കാം. അത് ഈ 25-ാം അധ്യായം 1 മുതൽ. ഷിത്തിമിൽ പാർക്കുമ്പോൾ മൊവാബ്യ സ്ത്രീകളുമായി ഇസ്രായേൽ ജനം വേശ്യാവൃത്തിയിൽ ഏർപ്പെടാൻ തുടങ്ങി. അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇസ്രായേൽക്കാരെ ക്ഷണിച്ചു. അവർ അവരോട് ചേർന്ന് ഭക്ഷിക്കുകയും ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ പയോറിലെ ബാലിന് സേവ ചെയ്തു. അവർക്കെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് മോശയോട് അരുളി ചെയ്തു, ജനത്തിൻ്റെ തലവന്മാരെ പിടിച്ച് കർത്താവിൻ്റെ മുമ്പാകെ പരസ്യമായി തൂക്കിലിടുക. കർത്താവിൻ്റെ ഉഗ്രകോപം ജനത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. 6-ാമത്തെ വാക്യം. മോശയും സമാഗമ കൂടാരത്തിൽ വിലപിച്ചുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനം മുഴുവനും കാണുക, ഇസ്രായേൽക്കാരൻ തൻ്റെ വീട്ടിലേക്ക് ഒരു മിദിയാൻ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നു. പുരോഹിതനായ എലയാസറിൻ്റെ പുത്രൻ ഫിനഹാസ് ഇത് കണ്ട് എഴുന്നേറ്റ് ഒരു കുന്തവും എടുത്ത് സമൂഹത്തിൽ നിന്ന് പുറത്തുപോയി ആ ഇസ്രായേലിൻ്റെ പുറകെ അവൻ അകത്ത് ചെന്ന് അവരിരുവരുടെയും ഇസ്രായേലിൻ്റെയും സ്ത്രീയുടെയും ഉദരം തുളച്ചു കിടക്കും വിധം കുത്തി. അങ്ങനെ ഇനി 14-ാമത്തെ വാക്യം. മിദിയാൻകാരിയോടൊപ്പം വധിക്കപ്പെട്ട ഇസ്രായേലിയൻ ശിമയോന്യ ഗോത്രത്തിൽപ്പെട്ട ഒരു കുടുംബത്തലവനായ സാലുവിൻ്റെ മകൻ സിമ്രി ആണ്. അതെന്താണെന്ന് ഞാൻ പറയാം, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. അതായത് ഇസ്രായേൽ മൊവാബ് സമതലത്തിൽ പാളയം അടിച്ചിരുന്നത് ഒരു പ്രത്യേക വിധത്തിലാണ്. എന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ വരച്ച് കാണിക്കേണ്ടതാണ്, എങ്കിലും ഞാൻ പറയാം, നിങ്ങൾ മനസ്സിലത് വിഷ്വലൈസ് ചെയ്യണം. അതായത് ക്യാമ്പിങ്. ഇസ്രായേൽ മരുഭൂമിയിൽ പാളയം അടിക്കുമ്പോൾ അവർ പാളയം അടിച്ചിരുന്നത് ഒരു പ്രത്യേക വിധത്തിലാണ്. മോശയും അഹറോനും പുരോഹിതന്മാരും അല്ല, ഇങ്ങനെ ശ്രദ്ധിച്ചു. അതായത് സമാഗമ, ഇത് കാണാവോ? ഈ ബേമ കാണാവോ നിങ്ങൾക്ക്? കാണാമോ? യെസ്. അപ്പോൾ ഇത് സമാഗമ കൂടാരമാണെന്ന് വിചാരിക്കുക. ഇത് ടാബർനക്കിൾ ആണെന്ന് വിചാരിക്കുക. ഈ ബേമ സമാഗമ കൂടാരം, ഇതിന് 3 ഭാഗമുണ്ട്. ഇത് പ്രാകാരം, ഔട്ടർ കോർട്ട്, ഇത് വിശുദ്ധ സ്ഥലം,
ഇത് അതിവിശുദ്ധ സ്ഥലം. ഇതെന്താണിത്? സമാഗമ കൂടാരം. ഇനി ഇസ്രായേൽ മരുഭൂമിയിൽ ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് ഇവർ പാളയം അടിക്കുന്നത് ഈ സമാഗമ കൂടാരത്തിൻ്റെ 4 വശത്തുമായിട്ടാണ്. എത്ര ഗോത്രങ്ങളുണ്ട്? എത്രയാണ്? 12 അല്ല, 13 ഉണ്ട്. അതെങ്ങനെയാണ് 13 വരുന്നത്? ജോസഫിന് പകരം ജോസഫിൻ്റെ മക്കളായ എഫ്രായിം, മനാസെ, ഈ 2 ഗോത്രങ്ങളെയാണ് എണ്ണുന്നത്. അപ്പോൾ മൊത്തം എത്ര ഉണ്ട്? 13 ഉണ്ട്. അപ്പോൾ ഈ 13 ഗോത്രങ്ങൾ പാളയമടിക്കുന്നത് ഒരു പ്രത്യേക വിധത്തിലാണ്. 13 ഗോത്രത്തിൽ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ജനമാണ് ആര്? പുരോഹിതന്മാരാണ് ലേവായർ. അപ്പം ലേവ്യർ എന്ത് ചെയ്യുന്നു? ലേവ്യർ പാളയമടിക്കുന്നത് ഇപ്പം ഇത് സമാഗമ കൂടാരമാണ്. ലേവ്യരുടെ 3 ഗണങ്ങളുണ്ട്. അത് മെറാര്യർ, കൊഹാത്യർ, ഗർഷോന്യർ, ഇങ്ങനെ 3 ഗ്രൂപ്പുണ്ട് ലേവ്യർക്ക്. 3 ഗ്രൂപ്പാണ് അവർ. അപ്പോൾ ഈ കൊഹാത്യർ ഒരു വശത്ത്, ഗർഷോന്യർ അടുത്ത വശത്ത്, മെറാര്യർ അടുത്ത വശത്ത്. അപ്പോൾ ഈ സമാഗമ കൂടാരത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരാണ്? ലേവ്യരാണ്. ഇനി ഫ്രണ്ട് ഓപ്പണാണ്. ഈ ഫ്രണ്ട് ഇവിടെ മുൻവശത്ത് പാളയമടിച്ചിരിക്കുന്നത് മോശയും അഹറോനും പുരോഹിതന്മാരും. അപ്പോൾ സമാഗമ കൂടാരത്തോട് ഏറ്റവും അടുത്ത് ക്യാമ്പ് ചെയ്തിരിക്കുന്നത് പുരോഹിതരാണ്. ഇനി ഇത് കഴിഞ്ഞാൽ ഉടനെ ബാക്കി 12 ഗോത്രമുണ്ട്. ലേവ്യർ കഴിഞ്ഞു, 13 ലേവ്യർ തീർന്നു. ഇനി ബാക്കി 12 ഗോത്രങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ ഈ സമാഗമ കൂടാരത്തിൻ്റെ മറ്റ് വശങ്ങളിലായി ഇവർ പാളയമടിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതായത് സമാഗമ കൂടാരത്തിൽ ഇവർ ഇത്രയും കഴിഞ്ഞിട്ട്, അപ്പോൾ ഇനി ഈ 4 ഭാഗത്തായിട്ട് 3 ഗോത്രങ്ങൾ, ഇവിടെ 3 ഗോത്രം, ഇവിടെ 3 ഗോത്രം, ഇവിടെ 3 ഗോത്രം, ഇവിടെ 3 ഗോത്രം. അപ്പോൾ ഇസ്രായേൽ പാളയമടിച്ചിരിക്കുന്നതിൻ്റെ ആകാശ കാഴ്ച കണ്ടാൽ, ഏറിയൽ വ്യൂ കണ്ടാൽ, ഇത് ശരിക്കും കുരിശാകൃതിയിലാണ് പാളയമടിച്ചിരിക്കുന്നത്. സമാഗമ കൂടാരത്തിൻ്റെ 4 വശങ്ങളിലായി ഇസ്രായേൽക്കാർ പാളയമടിച്ചിരിക്കുന്നു. ശിമെയോന്റെ ഗോത്രത്തിൽപ്പെട്ട ഈ ചെറുപ്പക്കാരൻ ഈ മിദ്യാനി സ്ത്രീയെയും കൊണ്ട് വ്യഭിചാരകർമ്മത്തിൽ ഏർപ്പെടാൻ വന്നത് ഈ സമാഗമ കൂടാരത്തിൻ്റെ അടുത്താണ്. എന്ന് പറഞ്ഞാൽ പാളയത്തിൻ്റെ അകത്താണ്. ഇതൊരു സൂചനയാണ്. ഈ സൂചന എന്തെന്ന് വെച്ചാൽ, ഇത്രയും നാളും നമ്മൾ വായിക്കുന്നുണ്ട് ഈ ജനം തിന്മ ചെയ്ത ജനത്തെക്കുറിച്ചുള്ള സൂചനകൾ വേറെയുണ്ട്. അതെല്ലാം വേറെയാണ്, പാളയത്തിന് പുറത്താണ്. എന്നാൽ ഈ പാവനബോധം ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താ വാക്ക്? പാവനബോധം, സെൻസ് ഓഫ് സീക്രഡ്. പാവനബോധം നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ പള്ളി കോമ്പൗണ്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഇത്രയും നാളും പുറത്തു വെച്ച് നടന്നത് ഇപ്പം അകത്ത് നടക്കുകയാണ്. പള്ളിയും പരിസരങ്ങളും പോലും വിശുദ്ധമായിട്ട് കാണാൻ പറ്റാത്ത വിധം അവിടെയെല്ലാം തിന്മ നടക്കുകയാണ്. ഈ സിമ്പലാണ്, ഇതാണ് ഇവിടെ ഇപ്പം നടക്കുന്നത്. മിദ്യാന്യ സ്ത്രീയെ ഇസ്രായേൽക്കാരുടെ പാളയത്തിനകത്തേക്ക്, അതായത് അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം അധിവസിക്കുന്ന ആ സമാഗമ ആ വെരി പ്രസൻസിനകത്തേക്ക് ഈ തിന്മ കൊണ്ടുവരികയാണ്. ഇവിടെയാണ് ഫിനെഹാസ് കുന്തത്തിൽ ഇവരെ കോർത്തെടുക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒടുവിൽ സംഭവിക്കുന്നത് ഇങ്ങനെ വിഗ്രഹാരാധനയും വ്യഭിചാരവും ഈ സമൂഹത്തിൽ പെരുകിയപ്പോൾ ഈ ജനത്തിൽ ഏതാണ്ട് 25,000 പേരോളം ആ ബാൽപെയോറിനെ ആരാധിച്ച സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെടുകയാണ്. മരുഭൂമിയിൽ 40 വർഷം അലഞ്ഞു തിരിഞ്ഞ് കൊല്ലപ്പെട്ടതുപോലെ തന്നെ അനേകം ജനം കൊല്ലപ്പെടാൻ ഇടയാക്കിയ ഒരു വലിയ സംഭവമായിരുന്നു ഈ ബാൽപെയോറിലെ വിഗ്രഹാരാധനയും 6ാം പ്രമാണലംഘനവും. ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. ദൈവജനത്തിൻ്റെ ശക്തി ചോർത്തിക്കളയാൻ സാത്താൻ ഉപയോഗിക്കുന്ന 2ാമത്തെ തന്ത്രമാണ് ശരീരത്തിൻ്റെ അശുദ്ധി. ശരീരത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനതയെ തോൽപ്പിക്കാൻ പിശാചിന് സാധിക്കില്ല. അതുകൊണ്ട് അവൻ ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് ആ മേഖലയിൽ ഇഷ്ടം പോലെ തിന്മകൾ വ്യാപിപ്പിക്കാനാണ്. ഈ കാലഘട്ടത്തിൽ ഇന്ന് ഇത് വ്യാപകമായി ദൈവജനത്തിനിടയിൽ വ്യാപരിക്കുന്നൊരു തിന്മയാണ്. വ്യാപകമായി പറഞ്ഞ ഹല്ലേലൂയാ. ഞാൻ അതുകൊണ്ട് ഇനി തുടർന്നുള്ള സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്,
നമുക്ക് ഒരു വലിയ മോറൽ ഫോഴ്സായി മാറണമെങ്കിൽ, നമുക്ക് ഈ കുത്തിയൊലിച്ച് കുലംകുത്തി ഒഴുകുന്ന ഈ തിന്മയുടെ മഹാപ്രവാഹത്തിൻ്റെ ആ പ്രളയത്തെ പ്രതിരോധിച്ച് നിർത്താൻ കഴിയുന്ന ഒരു ധാർമ്മിക ശക്തിയായി മാറാൻ കഴിയണമെങ്കിൽ നമുക്ക് വിശുദ്ധ ജീവിതങ്ങൾ കൂടുതലുണ്ടായാലേ പറ്റൂ. ഇല്ലെങ്കിൽ ആ പഞ്ചായത്തിലേക്ക് തിരിഞ്ഞു പോലും നോക്കാതിരിക്കുന്നതാണ് നല്ലത്. നശിപ്പിക്കപ്പെടുക എന്നതല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊരു സാധ്യത ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മൾ ഈ വിഷയം വളരെ ചെറിയ കുഞ്ഞു മുതൽ നമ്മൾ ഈ കാര്യം ഇനി ആഴത്തിൽ പഠിപ്പിക്കേണ്ടതുണ്ട്. വിശുദ്ധി, അതായത് ഈ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ ഇനി പറയേണ്ട വിഷയം ഇതാണ്. എന്താണ്? വിശുദ്ധി. വിശുദ്ധി പാലിക്കണം, വിശുദ്ധരുണ്ടാവണം, അശുദ്ധിയുടെ സകല മേഖലകളിൽ നിന്നും പുറത്തു കടക്കണം. നമുക്ക് എല്ലാ അർത്ഥത്തിലും വിശുദ്ധരായിട്ട് മാറണം. വിശുദ്ധി കൊണ്ടല്ലാതെ നമുക്ക് ഈ ശക്തിയെ ഇനി പ്രതിരോധിച്ച് നിർത്താൻ പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചില വചനങ്ങളിലേക്ക് കടക്കാം. പൗലോസ് അപ്പോസ്തലൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, അതായത് ഒരു 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 വചനം ദൈവം തരുമ്പോൾ, ഞാൻ പറഞ്ഞ് മനസ്സിലായിരുന്നു, നമുക്കൊരു വചനം ദൈവം തരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ കൺവെൻഷന് നിന്ന് പ്രസംഗിക്കുന്നു, 4ാമത്തെ തവണയാണ്. തന്നെയും പിന്നെ എന്ത് പറയാനാണ്? ആകെപ്പാടെ ഒറ്റ ബൈബിളേ ഉള്ളു താനും. ഒരു 10-25 ബൈബിള് പല ടൈപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്തു നിന്നൊക്കെ വേറെയൊക്കെ പറയാനും. അപ്പോൾ സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ സാധാരണ ഇപ്പോൾ ചെയ്യുന്നത് ഒരുങ്ങുന്നൊന്നുമില്ല, പഠിക്കുന്നുണ്ട്. അല്ലാതെ കൺവെൻഷന് ഇങ്ങനെ ടോക്ക് ഡേ 1, ഡേ 2, ഡേ 3 അങ്ങനെ. കാരണം ഇത് ഈ പറഞ്ഞ പോലെ എന്ത് പറയാനാ, 4 കൊല്ലമായിട്ട് തന്നെ പിന്നെ ഒത്തിരി പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവേ ഇങ്ങനെ ചെയ്താൽ മതി, ഇനിയിപ്പോൾ ഒരുങ്ങാനൊന്നും വയ്യ, ഞാൻ പഠിക്കുന്നുണ്ട് എല്ലാ ദിവസവും, ഇങ്ങനെ ചെയ്യാം, ഞാൻ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് തരണം, അപ്പം ഞാൻ പറയാം. അപ്പോൾ പിന്നെ എനിക്ക് പ്രശ്നമില്ല. കാരണം ഇനി പറഞ്ഞതായാലും പറഞ്ഞതല്ലെങ്കിലും ഒന്നും നമുക്ക് ആ ഇൻ്റലക്ച്വൽ കോൺഫ്ലിക്റ്റ് ഇല്ല, ദൈവം തന്നതല്ലേ. അപ്പം അതുകൊണ്ട് ഒരു വചനം അങ്ങനെ ഒരു അകത്തൊരു കോൺഫിഡൻസ് ഒരു എല്ലാ ദിവസവും ഒരു ഉച്ച കഴിയുമ്പോൾ ഒരു 3-3:30 ആകുമ്പോഴേക്കും അകത്തിങ്ങനെ ഒരു സാധനം വരും. അതാണ് വൈകുന്നേരം വന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഇത് ദൈവം തരുന്ന ആയതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്നറിയാമോ? അത് പറയിപ്പിക്കുന്നതായതുകൊണ്ട് അത് ആരെങ്കിലും ഒരാൾ ഏറ്റെടുത്താൽ ഈ കൃപ, അത് പാലിക്കാനുള്ള കൃപ വലിയ ഒരു ദാനമായിട്ട് വർഷിക്കപ്പെടും. ഇത് ദൈവം അത് കാരണം ഒരു ജനത്തോട് ദൈവം ഒരു കാര്യം സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന സമയത്ത് അതിനോട് ചേർന്ന്, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പാപിനിയായ സ്ത്രീയോട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, നമ്മുടെ ഈ പാപിനിയായ സ്ത്രീ കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊണ്ടുവന്ന ചേച്ചിയില്ലേ, ആ ചേച്ചിയോട് ഈശോ പറഞ്ഞില്ലേ, മേലാൽ ഇനി പാപം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ ചേച്ചി 2 ആഴ്ച കഴിഞ്ഞിട്ട് പോയിട്ട് പിന്നെ ആ പാപം ചെയ്തു കാണുമോ? എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ചെയ്യാതിരിക്കാനുള്ള ഒരു ഗ്രേസ് കൂടി അതിൻ്റെ കൂടെ വർഷിക്കപ്പെട്ടു. ഈ ദൈവത്തിൻ്റെ വചനത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു കാര്യം ദൈവം ഓർമ്മിപ്പിച്ചാൽ അതാരെങ്കിലും ഒരാൾ ഹൃദയത്തിൽ ഏറ്റെടുത്താൽ അവർക്കത് ഏറ്റെടുത്ത് പാലിക്കാനുള്ള ഒരു ശക്തി അപ്പം തന്നെ കിട്ടും. ഹല്ലേലൂയാ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് ഉറപ്പുണ്ട്, ഇന്ന് നമ്മൾ വിശുദ്ധിയെക്കുറിച്ച്, പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കാൻ ആത്മാവിൽ ഒരു ധൈര്യം വരുമ്പോൾ അത് ഈ കൃപ ഇന്ന് വർഷിക്കപ്പെടും. നമ്മുടെ തലമുറയിൽ അതിശക്തരായ വിശുദ്ധരുണ്ടാവും. ആ വിശുദ്ധര് അത് ഒരു അസാധ്യതയല്ല. എനിക്ക് കുഞ്ഞുങ്ങളെ അറിയാം, ചെറുപ്പക്കാരെ അറിയാം. നമുക്ക് അത്ഭുതം തോന്നും. അതായത് ഈ പച്ചക്കങ്ങ് പറയാം, കാരണം ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ടാബു അല്ലല്ലോ ഒന്നും എന്ന് പറഞ്ഞാൽ ആരും കേൾക്കാതിരിക്കുന്നൊന്നും ഇല്ലല്ലോ. 27 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ പറയുന്നു, ഞാൻ ഇന്ന് വരെ സ്വയംഭോഗം ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ പറയുന്ന ചെറുപ്പക്കാരുണ്ട്. ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്തിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അങ്ങനെയുള്ള ചെറുപ്പക്കാരുണ്ട്. എന്നാൽ നമ്മളോട് മീഡിയ പറയുന്നത് അങ്ങനെ അല്ലെന്നാണ്. എന്നാൽ നമുക്കിടയിൽ അങ്ങനെയുള്ള ചെറുപ്പക്കാർ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്കൊരു കൊച്ചനെ അറിയാം, പിന്നെ ചെറുപ്പക്കാരി കുമ്പസാരിക്കാനായിട്ട് അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കാൻ പറഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ കുമ്പസാരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്താ? അപ്പോൾ പറഞ്ഞു, അച്ഛാ എനിക്ക് ഒരു വലിയ പാപം പറയാനുണ്ട്, അത് എങ്ങനെ പറയുമെന്നോർത്ത്. അപ്പം ഞാൻ പറഞ്ഞു, എന്നോട് പറയണം ഉണ്ട്. എന്നാൽ നീ പറ, ഞാൻ കുമ്പസാരമല്ല, നീ എന്നോട് പറ, എന്ത് മേഖലയാണ് നിനക്ക് പറയാനുള്ളത്? അപ്പോൾ പറഞ്ഞു, അച്ഛനോട് എനിക്ക് സ്നേഹമുള്ള സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഞാൻ പറയാം.
കുമ്പസാരിക്കുമ്പോൾ ഞാൻ അച്ഛനോട് പോയി പറയാൻ ഞാൻ ധൈര്യം കൊടുക്കുകയാണ്, എന്ത് മേഖലയും ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ വ്യഭിചാരം ചെയ്തു എന്ന്. അയ്യോ, ഞാൻ പറഞ്ഞു അത് ഉറപ്പായിട്ടും നീ കുമ്പസാരിക്കണം, വേഗം പോ. അപ്പോൾ എൻ്റെ അടുത്ത് അവ പറയാണ്, ഞാൻ എങ്ങനെ പറയും, എനിക്ക് ഈ കൊച്ചിനെ നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഒരു കൺഫ്യൂഷനായിപ്പോയി. ഞാനത് ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു കൊച്ച് അല്ലത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ നീ എന്താ ചെയ്തേ? അപ്പോൾ പറഞ്ഞു, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒരു പയ്യനോട് സ്നേഹം ഉണ്ടായിരുന്നു, ഞാൻ അവന് ഇവിടെ ഒരു ഉമ്മ കൊടുത്തായിരുന്നു. നീ എന്താ ചെയ്തതെന്ന് പറഞ്ഞേ? വ്യഭിചാരം. എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. എന്തെന്നറിയാം? അതായത് അതുപോലും ഇവിടെ ഒരു ഉമ്മ കൊടുത്താണ്, അതുപോലും വ്യഭിചാരമാണെന്നാണ് ഈ കുഞ്ഞ് വിചാരിച്ച് അത്രയും വിശുദ്ധിയിൽ ജീവിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി? കാഷ്വലായിട്ട് തള്ളിക്കളയാവുന്നൊരു കാര്യമുള്ളത്. വെറുതെ ഇവിടെ ഒരു ഉമ്മ കൊടുത്തു, വിടാവുന്നേ ഉള്ളത്, വിട്ടേക്കാം. ഇത് ഒന്നും രണ്ടോ അല്ല. നമ്മുടെ ഈ പറയുന്ന പോലെ ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു അച്ഛനെ കണ്ടു. അച്ഛൻ പറയുമായിരുന്നു, ഒത്തിരി നല്ല മനുഷ്യരുണ്ട് നമ്മുടെ സഭയിൽ. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നലെ രാത്രി 11 മണിക്ക് ഞാൻ അച്ഛനോട് സംസാരിക്കുന്നു. അപ്പോൾ അച്ഛനോട് പറയാണ്, അച്ഛാ ഒത്തിരി പ്രയാസമുണ്ട് നമുക്ക്, പക്ഷേ ഇഷ്ടം പോലെ വിശുദ്ധരുണ്ട് നമ്മുടെ സഭയിൽ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് വിശുദ്ധി നമുക്കിനി ഈ പറയുന്ന സകല തിന്മകളെ നേരിടാൻ പറ്റണമെങ്കിൽ അസാധാരണ വിശുദ്ധരായ പുരോഹിതന്മാർ, സിസ്റ്റേഴ്സ്, സന്യാസാർത്ഥികൾ, സെമിനാരിക്കാർ, ചെറുപ്പക്കാർ, കാറ്റക്കിസം കുട്ടികൾ, കുടുംബനാഥന്മാർ, അമ്മമാരുടെ കൂട്ടായ്മയിലെ അംഗങ്ങൾ, ടീച്ചേഴ്സ്, ഡോക്ടർമാര്, എല്ലാവരും ആരാണ്? വിശുദ്ധരാണ്. സെയിൻസ് ആണ് അവര്, സെയിൻസ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, 2 കാര്യം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ആശയത്തെ പ്രതിരോധിക്കാം, ജീവിതത്തെ പ്രതിരോധിക്കാൻ പറ്റില്ല. നിങ്ങൾക്കൊരു ഐഡിയ പറയും, ഞാനൊരു ആശയം പറയുമ്പോൾ ഡാനിലച്ചാ എനിക്ക് ഡിബേറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ആശയത്തെ നിങ്ങൾക്ക് പൊട്ടിക്കാം. പക്ഷേ എനിക്ക് നല്ല ഒരു മോറൽ ലൈഫ് ഉണ്ടെങ്കിൽ അതിനെ പൊട്ടിക്കാൻ ഒരു പിണ്ണാക്കിനും പറ്റത്തില്ല, ഒരു പിണ്ണാക്കം മടനും പറ്റില്ല, ആർക്കും പറ്റില്ല. ഒരു ലൈഫിനെ പ്രതിരോധിക്കാൻ ഒരുത്തരും പറ്റില്ല. അതാ ഈശോ പിലാത്തോസിന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്ക് എന്നിൽ കുറ്റം ആരോപിക്കാൻ പറ്റും? ചുണയുണ്ടെ പറയടാന്ന് പറഞ്ഞു. സാമുവേൽ മരിക്കുന്ന സമയത്ത് പറഞ്ഞത്, പറയാനുണ്ട് ഇപ്പൊ പറഞ്ഞോളൂ പറഞ്ഞു. എടാ, നിന്റെ കോഴിയെയോ ആടിനെയോ മാടിനെയോ കറവ പശുവിനെയോ ഞാൻ മോഷ്ടിച്ചെടുത്തിട്ടുണ്ടോ? ഉണ്ട്, ഇപ്പൊ പറയാം. ജനം പറഞ്ഞു, ഇല്ലില്ല, അങ്ങനെ ചെയ്യില്ല. മോറൽ ഫോഴ്സ്. 2 അതോറിറ്റി ഉണ്ട് സഭയിൽ. ഒന്ന് സ്പിരിച്വൽ അതോറിറ്റി, അത് പ്രാർത്ഥിച്ച് നേടുന്നതാണ്. 2 മോറൽ അതോറിറ്റി, അത് വിശുദ്ധ ജീവിതത്തിന്റെ അധികാരമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ആ ഫോഴ്സ്, വിശുദ്ധി. കണ്ണടച്ചേ, കരങ്ങൾ ഉയർത്തി. കർത്താവേ, തലമുറയിൽ വിശുദ്ധരുണ്ടാവണം. ഞങ്ങളുടെ കാറ്റഗിസം കുഞ്ഞുങ്ങൾ വിശുദ്ധരാവണം, യുവതി യുവാക്കന്മാർ വിശുദ്ധരാവണം. കർത്താവേ, ഞങ്ങളുടെ KCYM അംഗങ്ങൾ വിശുദ്ധരാവണം. കർത്താവേ, ഞങ്ങളുടെ അൽമായ നേതാക്കന്മാർ വിശുദ്ധരാവണം. ദൈവമേ, ഞങ്ങളുടെ ഇടവകൾ, പുരോഹിതര്, സന്യസ്തര് വിശുദ്ധരാവണം. കർത്താവേ, ഞങ്ങൾ വിശുദ്ധരാവണം. ഉറക്കെ സ്തുതിച്ച ഒരു 10-20 പേര് നമ്മുടെ സ്വരം കേൾക്കട്ടെ ശക്തമായി. കർത്താവേ, സ്തുതിക്കുന്നു. നമുക്ക് അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ, ചില ബോധ്യങ്ങൾ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വചനങ്ങൾ എടുത്തെടുത്ത് വായിച്ച് സാവധാനം ധ്യാനിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ കയറുകയാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 3 മുതലുള്ള തിരുവചനം, 3 മുതൽ 7 വരെ 8 വരെ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 3 മുതൽ 8 വരെ. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 3 മുതൽ 8 വരെ വായിക്കാമോ? നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അടുത്ത വാക്യം, അസാൻമാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. കാരണം ഞങ്ങൾ നേരത്തെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്.
അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എനിക്ക് ഒന്നാമത് പറയാനുള്ളത്, ഈ ഡെസക്രേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്. ഡെസക്രേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് എവിടെ നമ്മൾ വിശുദ്ധിയോടെ ചില സ്ഥലങ്ങളോ ചില സാഹചര്യങ്ങളോ ഒക്കെ വിശുദ്ധിയോടെ ഇട്ടാൽ പിശാച് വളരെ കരുതിക്കൂട്ടി ആ സ്ഥലങ്ങളെ മലിനമാക്കാൻ ചില വളരെ ഗൂഢമായ പദ്ധതികൾ ഒരുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ശ്രദ്ധയിൽ പലതവണ അത് പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം നന്നായി വിശുദ്ധീകരിച്ച് കർത്താവിൻ്റെ ഒരു വലിയ കൃപയിൽ അതിനെ ഇങ്ങനെ കാത്തു സൂക്ഷിച്ചാൽ നമ്മുടെ കണ്ണിൽ പെടാതെ അത് ഡെസക്രേറ്റ് ചെയ്യാൻ പിശാച് പരിശ്രമിക്കും. ഞാൻ ഒരു അനുഭവം നിങ്ങളോട് പറയാം. അതായത് ഞാൻ കോളേജിൻ്റെ ഹോസ്റ്റലിലുണ്ടായിരുന്ന സമയത്ത് ഹോസ്റ്റലിൻ്റെ വാർഡനായിരുന്ന അച്ഛനും ഞാനും ഒക്കെ ഞങ്ങൾ ഈ സുവിശേഷം പ്രസംഗിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഹോസ്റ്റലിലെ കുട്ടികൾക്കൊക്കെ കൂടുതലൊരു ആത്മീയ ചൈതന്യം ഉണ്ടാവാൻ വേണ്ടി ഞങ്ങളിങ്ങനെ അവിടെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ നടത്തി കൂടുതൽ ആത്മീയമായിട്ട് കുട്ടികളെ വളർത്താനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അതായത് നമുക്ക് ഒരു 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 10 കൊല്ലമെങ്കിലും ആയിട്ടുണ്ടാവും ചിലപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വെഞ്ചരിച്ചിട്ട്. വർഷത്തിലൊരിക്കൽ ഇതിങ്ങനെ ഒന്ന് വെഞ്ചരിക്കാറുണ്ട്. എന്നാൽ ഇവിടെ പല കാര്യങ്ങൾ കൊണ്ട് അതൊന്നും നടന്നിട്ടില്ല അച്ഛാ. അതുകൊണ്ട് നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് വെഞ്ചരിക്കണം. അങ്ങനെ ഞങ്ങൾ ഒരു മാസം ഈ ചെറുപ്പക്കാരെ നന്നായിട്ട് ഒരുക്കി. ആദ്യം ഈ കെട്ടിടം വെഞ്ചരിക്കുന്നതിന് മുമ്പ് ഈ ചെറുപ്പക്കാരെ നല്ലതുപോലെ ഒരുക്കി. കാത്തലിക്സ് ആയിട്ടുള്ളവരെ, ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരെ എല്ലാം നല്ല ധ്യാനവും പ്രാർത്ഥനയും കുമ്പസാരവും ഒക്കെ കൊടുത്ത് ചെറുപ്പക്കാരെ എല്ലാം ഒരുക്കിയിട്ട് അവരെ കുമ്പസാരിപ്പിച്ച് ആരാധനയൊക്കെ നടത്തി. അങ്ങനെ ഒരു മാസം നന്നായിട്ട് ഒരുക്കിയിട്ട് ഞങ്ങളെല്ലാം നന്നായി വെഞ്ചരിച്ചപ്പോഴേക്കും ചാപ്പലെല്ലാം അച്ഛൻ റെനോവേറ്റ് ചെയ്ത് എല്ലാം നല്ല വൃത്തിയാക്കി എല്ലായിടും പെയിൻ്റൊക്കെ അടിച്ച് അത് നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് അത് ഞങ്ങൾ വെഞ്ചരിച്ചു. ഞങ്ങൾ ഒത്തിരി ആരാധിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഒക്കെ ആണ് അത് ചെയ്തത്. അങ്ങനെ ഒരു സമാധാനമായി. ഞങ്ങൾ താമസിച്ച സ്ഥലത്ത് കർത്താവിൻ്റെ ഒരു നല്ല സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ, അന്ന് വെഞ്ചരിപ്പെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഞാൻ വെളുപ്പിന് പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ആ ചാപ്പലിനകത്ത് ആരോ ഒരാൾ സ്വയംഭോഗം ചെയ്ത് അതിൻ്റെ വൃത്തികേടുകൾ ഇട്ടിരിക്കുന്നു പള്ളിക്കകത്ത്. എൻ്റെ ഹൃദയം തകർന്നു പോയി. അതായത് ദൈവമേ, മാസം ഒരുങ്ങി എന്തോരം ആഗ്രഹിച്ച് വൃത്തിയാക്കിയിട്ട് പള്ളിക്കകത്ത് ഈ വൃത്തി. ഞാനത് അതുപോലെ പറഞ്ഞത് ആ ഹീനത നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പള്ളിക്കകത്ത് കിടന്ന ഒരാൾ ഈ പാപം ചെയ്ത് അതിൻ്റെ വൃത്തികേടല്ല അതിനകത്ത് കിടക്കും. ഞാൻ പെട്ടെന്ന് അച്ഛനെ വിളിച്ചു. ഞങ്ങൾ വേഗം ഇതെന്താ സംഭവിച്ചേ? ഒടുവിൽ അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരനെ കിട്ടി. അവനെ വിളിച്ചു. അവനോട് സംസാരിച്ച് അവൻ പറഞ്ഞു, എനിക്ക് ഒന്നും ഓർമ്മയില്ല, ഞാൻ ഈ രാത്രിയിൽ എഴുന്നേറ്റ് പോയി പള്ളി കിടന്നത് എനിക്ക് ഓർമ്മയുണ്ട്. നീ എന്തിനു പള്ളി പോയി കിടന്നേ? വേറെ മുറി പോയി കിടന്നു? അതെനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ അവൻ്റെ മുറിയെല്ലാം പരിശോധിക്കുമ്പോൾ കണ്ട കാഴ്ചകൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. മുഴുവൻ സാത്താന്യ സിംബലുകൾ, അവൻ്റെ ശരീരത്തിൽ സാത്താൻ്റെ പച്ചകുത്തലുകൾ, അവൻ വരയ്ക്കുന്നത് മുഴുവൻ പൈശാചിക സിംബലുകൾ. ഇതൊന്ന് ഞാൻ സമയപരിമിതി കൊണ്ട് പറയുന്നില്ല. എനിക്ക് ഒത്തിരി അനുഭവമുണ്ട്. 1 2 3 4 5 6 7 ഇഷ്ടം പോലെ എൻ്റെ മനസ്സിലുണ്ട്. ഈ ഡെസക്രേറ്റ് ചെയ്യും. പിന്നാണ് എനിക്കത് മനസ്സിലായത്. എന്താണെന്ന് വെച്ചാൽ, അതായത് കർത്താവിൻ്റെ പരമമായ ചൈതന്യം എവിടെല്ലാം ഉണ്ടോ, ദൈവത്തിൻ്റെ പ്രസൻസ് നന്നായിട്ട് എവിടെ മൂവ് ചെയ്യുന്നോ ആ സ്ഥലത്തെ ഡെസക്രേറ്റ് ചെയ്യാൻ സാത്താന് വളരെ രഹസ്യവും നിഗൂഢവുമായ ഒരു പദ്ധതിയുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ദേവാലയ പരിസരങ്ങൾ, ദേവാലയത്തിൻ്റെ സാക്രിസ്റ്റി, അൾത്താര, പറഞ്ഞേ ഹല്ലേലൂയ, ഇത് നടക്കും. ഫ്രാൻസിൽ സഭയൊരു അച്ഛനെ ഡിസ്മിസ് ചെയ്തത് നിങ്ങൾ അറിയുന്നുണ്ട്, തെറ്റൊന്നുമില്ല. ബലിപീഠത്തിൻ്റെ മുകളിൽ പൊർണോഗ്രഫി ഷൂട്ട് ചെയ്തതിൻ്റെ പേരിലാണ്. ബലിപീഠത്തിൻ്റെ മേളിൽ. അപ്പം അത് നടക്കത്തില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്ത് സംഭവിക്കും? സാത്താൻ ബലിപീഠത്തെ മലിനമാക്കാൻ, പള്ളിയെ മലിനമാക്കാൻ, വീടിനെ മലിനമാക്കാൻ, നമ്മൾ തിരഞ്ഞെടുത്ത് സമർപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളെ മലിനമാക്കാൻ സാത്താൻ ഒരു നിഗൂഢ പദ്ധതിയുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ വളരെ, അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം ജാഗ്രത പുലർത്തണം. അതായത് നമ്മൾ ജീവിക്കുന്ന സ്ഥലങ്ങൾ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അവിടെ അശുദ്ധി വരാൻ സമ്മതിക്കരുത്. ജോബ് ചെയ്തൊരു കാര്യമുണ്ട്. ജോബിൻ്റെ മക്കള്
ഓരോ ദിവസവും 10 മക്കളുണ്ട്. ഓരോ ദിവസവും ഓരോ മകൻ്റെ വീട്ടിൽ വിരുന്നൊരുക്കുമ്പോൾ മക്കളെല്ലാവരും സഹോദരന്മാരുടെ വീട്ടിൽ പോയി വിരുന്ന് ഭക്ഷിച്ച് വെളുപ്പാങ്കാലത്ത് മടങ്ങിയെത്തുമ്പോൾ ഇവരാരെങ്കിലും അറിയാതെ തെറ്റ് ചെയ്തിട്ടുണ്ടാകുമോ, തെറ്റ് ചെയ്തിട്ടാണോ ഈ വീട്ടിലേക്ക് കയറുന്നത് എന്ന് വിചാരിച്ച് ജോബ് ഓരോരുത്തർക്കും വേണ്ടി ദഹനബലി അർപ്പിച്ച് പാപപരിഹാരം ചെയ്യുമായിരുന്നു. ഇതൊരു ശ്രദ്ധയാണ്, ഒരു കുടുംബനാഥൻ്റെ ശ്രദ്ധ. ഇതൊരു വികാരിയച്ഛൻ്റെ ശ്രദ്ധയാണ്. ഇതൊരു സഭയുടെ ശ്രദ്ധയാണ്. ഞങ്ങളുടെ സ്ഥലങ്ങൾ പൊള്യൂട്ടഡ് ആവാൻ പാടില്ല, ഞങ്ങളുടെ സ്ഥലങ്ങൾ മലിനമാവാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനകത്തൊരു ജാഗ്രത പുലർത്തണം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതാണ് ഒന്നാമത്തെ കാര്യം, ഡെസക്രേഷൻ. ഇത് ഇഷ്ടം പോലെ നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ ഈ ഒരുപാട് ഈ മനുഷ്യരോട് വ്യക്തിപരമായി സംസാരിക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ആ വ്യക്തിപരമായ സംസാരത്തിൽ ഒരുപാട് കാര്യങ്ങൾ വളരെ 1-to-1 പേഴ്സണൽ കോൺവെർസേഷനിൽ പറഞ്ഞ കാര്യങ്ങൾ പരസ്യമായിട്ട് മൈക്കിലൂടെ പറയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. എനിക്കറിയാം നമ്മുടെ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളൊക്കെ പിശാച് നല്ലതുപോലെ മലിനമാക്കിയിട്ടിട്ടുണ്ട്. അവിടെ ദൈവത്തിൻ്റെ പവർ വരില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് അതാണ് ഒരു കാര്യം. അതുകൊണ്ട് ഈ അശുദ്ധി, ഇപ്പോൾ ആരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്, ആർക്ക് വേണമെങ്കിലും എന്തും കാണാം, എന്തും കേൾക്കാം, എന്തും ചെയ്യാം, എവിടെ വെച്ച് വേണമെങ്കിലും എന്തും നടക്കും. അങ്ങനെ വല്ലാത്തൊരു സ്വകാര്യത നമ്മുടെ ജീവിതത്തിനുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കണം, ഓരോരുത്തരും ശ്രദ്ധിക്കണം, ഓരോരുത്തരും. രണ്ടാമത്തേത് സാത്താൻ ഈ ശരീരത്തിൻ്റെ അശുദ്ധി വിതയ്ക്കുന്നത് ഒരു പ്രത്യേക വിധത്തിലാണ്. ഞാനത് ഒരു മോഡലായിട്ട് അതിന് ബൈബിളിൽ നിന്ന് ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്. ബൈബിളിലെ പൂർവ്വ യൗസേപ്പിനെ നിങ്ങൾക്ക് അറിയാം, ജോസഫിനെ അറിയാം. അദ്ദേഹം യാക്കോബിൻ്റെ 12 മക്കളിൽ 11ാമത്തവനായിരുന്നു. ഈ ചെറുപ്പക്കാരൻ വളരെ നിർമ്മലനും സത്യസന്ധനുമായ ഒരു ചെറുപ്പക്കാരൻ. 17ാമത്തെ വയസ്സിലാണ് അയാൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. അയാൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ദൗർബല്യം, അയാൾ അപ്പനാൽ കൂടുതൽ സ്നേഹിക്കപ്പെട്ടു എന്നതാണ്. അത് സത്യത്തിൽ അയാളുടെ തെറ്റല്ല. നിങ്ങൾ മക്കളെ പക്ഷപാതപരമായി സ്നേഹിച്ചാൽ 2 അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മക്കളെ പാർഷ്യലായിട്ട്, അതായത് ഒരു മകനെ കൂടുതൽ സ്നേഹിക്കുന്നു, ഒരു മകളെ കൂടുതൽ സ്നേഹിക്കുന്നു, 2 അപകടം ഉണ്ടാവും. ഇത് യഥാർത്ഥത്തിൽ ഉണ്ടായത് ഈ ജോസഫിൻ്റെ അപ്പനായ യാക്കോബിൻ്റെ ജീവിതത്തിലാണ്. യാക്കോബ് തൻ്റെ ജീവിതത്തിൽ നിന്ന് ഇത് പഠിക്കേണ്ടതായിരുന്നു. കാരണം അമ്മ യാക്കോബിനെയും അപ്പൻ ഇസഹാക്കിനെയും കൂടുതൽ സ്നേഹിച്ചു. പക്ഷപാതപരമായി മക്കളെ സ്നേഹിച്ചത് കൊണ്ട് 2 പ്രശ്നമുണ്ടായി. ആരെയാണോ അവർ കൂടുതൽ സ്നേഹിച്ചത് അവർ അവരുടെ അടുത്ത് നിന്ന് തെന്നിമാറി പോകേണ്ടി വന്നു. ഏസാവിനെ ഇസഹാക്കിനും യാക്കോബിനെ റാഹേലിനും നഷ്ടപ്പെട്ടു, പിന്നെ റബേക്കായ്ക്കും നഷ്ടപ്പെട്ടു. ഇനി മറ്റൊരു പ്രശ്നം, നിങ്ങൾ സഹോദരങ്ങളെ, മക്കളെ തമ്മിൽ തരംതിരിച്ച് സ്നേഹിച്ചാൽ രണ്ടാമത്തെ പ്രശ്നം, മക്കൾ തമ്മിൽ വൈരാഗ്യം ഉണ്ടാവും, ഭ്രാതൃവൈരം ഉണ്ടാവും, ഫ്രറ്റേണൽ റൈവലറി. അതായത് മക്കൾ തമ്മിലടിക്കും. ഇന്ന് അതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്നവരെ എനിക്കറിയാം, ജീവപര്യന്തം കിടക്കുന്നവരെ അറിയാം. അതായത് വീട്ടിൽ സഹോദരങ്ങൾ തമ്മിലുണ്ടായ വൈരാഗ്യം, വീതം വെപ്പിൽ, വസ്തു കൊടുത്തതിൽ, പാകം ചെയ്തതിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും ക്രിസ്തീയ കുടുംബങ്ങളിൽ മക്കളെ തരംതിരിച്ച് സ്നേഹിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയാ. അത് മക്കൾ തമ്മിൽ വൈരാഗ്യം ഉണ്ടാകും. എന്തായാലും ഇത് സ്വന്തം വീട്ടിൽ അപ്പനും അമ്മയും കാണിച്ചതിൻ്റെ ദുരന്തഫലം നേരിട്ട് കണ്ട ഈ മകൻ യാക്കോബ് എങ്കിലും അത് ജീവിതത്തിൽ പാഠമാക്കി എടുത്തില്ല. അദ്ദേഹം കൂടുതൽ റാഹേലിൻ്റെ മക്കളായ ജോസഫിനെയും ബെഞ്ചമിനെയും കൂടുതൽ സ്നേഹിച്ചു. അതുകൊണ്ട് തന്നെ ബാക്കി 10 സഹോദരന്മാർക്ക് ഇവരോട്, ഈ പ്രത്യേകിച്ച് ജോസഫിനോട് വലിയ അമർഷമായിരുന്നു. ഒരു പ്രശ്നം അതാണ്. രണ്ടാമത്തേത്, ഇദ്ദേഹം ഈ സ്നേഹക്കൂടുതൽ കൊണ്ട് അവനൊരു നീളൻ കുപ്പായം ഉണ്ടാക്കി കൊടുത്തിരുന്നു. അവന് ഇടയ്ക്കിടയ്ക്ക് അവന് മാത്രം ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ അതും സഹോദരന്മാർക്കിടയിൽ ഇവനോട് ശത്രുത ഉണ്ടാക്കി. മൂന്നാമത്തേത്, ഈ ജോസഫിൻ്റെ ഒരു പ്രശ്നം, അല്ലെ സഹോദരന്മാർ വെറുക്കാനുള്ള കാരണം, അയാൾ ഒത്തിരി സ്വപ്നങ്ങൾ കാണുന്നവനായിരുന്നു. സ്വപ്നങ്ങൾ കാണുന്നവർ പൊതുവെ വേട്ടയാടപ്പെടുകയാണ് പതിവ്. അപ്പോൾ ഇയാൾ സ്വപ്നങ്ങൾ കണ്ടു. അതിൽ അയാൾ കണ്ട ഒരു സ്വപ്നം ഇതായിരുന്നു. രാവിലെ എഴുന്നേറ്റ് വന്ന അയാൾ പറയുന്നു, അപ്പനോടും സഹോദരന്മാരോടും പറയുകയാണ്, അതായത് എൻ്റെ കറ്റ നടുവിൽ ഇങ്ങനെ നേരെ നിൽക്കുന്നു, നിങ്ങളുടെ കറ്റ എന്നെ വണങ്ങുന്നു, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നെ വണങ്ങുന്നു. അപ്പം ഇങ്ങനെ ഈ സ്വപ്നങ്ങൾ കണ്ടത് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ സഹോദരന്മാർ ഇയാളെ വെറുത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സഹോദരന്മാർ ഷെക്കേമിൽ ആട് മേയിച്ച് കഴിയുമ്പോൾ യാക്കോബ് സത്യത്തിൽ ജോസഫിനെ സഹോദരന്മാരുടെ സുഖവിവരം അന്വേഷിച്ച് അവിടേക്ക് വിടരുതായിരുന്നു. കാരണം യാക്കോബിന് ഓൾറെഡി അറിയാം ഇവനോട് ശത്രുതയുണ്ട്. പക്ഷേ യാക്കോബിന് തൻ്റെ ആടുകളെയും തൻ്റെ ആടുകളിൽ നിന്നുള്ള വരുമാനം ഇവരുടെ അശ്രദ്ധ കൊണ്ട് കുറയുമോ എന്ന ആകുലതയും ഒക്കെ കൊണ്ടാവണം. ബേസിക്കലി ഇയാളൊരു കച്ചവടക്കാരനാണ്.
ഒരു കച്ചവട മനസ്സുണ്ട് അയാളുടെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഈ മകന് ആപത്ത് വരുമോ എന്ന് പേടിക്കാതെ ഈ സുഖവിവരം അന്വേഷിച്ച് ആടുകളെ നന്നായിട്ട് മേയ്ക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ ജോസഫ് കൃത്യമായിട്ട് വന്ന് വിവരം കൊടുക്കും. അത് നമ്മൾ കാണുന്നുണ്ട്. ബിൽഹായുടെ പുത്രന്മാർ ചില തോന്നിയാസങ്ങൾ കാണിക്കുമ്പോൾ ജോസഫ് വന്ന് യാക്കോബിനോട് പറയുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ജോസഫ് കറക്റ്റായിട്ട് കാര്യങ്ങൾ വന്ന് സത്യസന്ധമായിട്ട് പറയുമെന്നുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞു വിട്ടതാണ്. ഇനി ശ്രദ്ധിക്കുക, അങ്ങനെ ഇയാൾ അവിടേക്ക് ചെന്നപ്പോൾ സഹോദരന്മാർ ഇവനെ ആദ്യം ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു. പിന്നെ ഇവനെ മിദിയാൻകാരിലെ ആ വ്യാപാരികൾക്ക് വിറ്റു. അങ്ങനെ ജോസഫ് ഒരു അടിമയായിട്ട് ഈജിപ്തിലേക്ക് ചെന്നു. ഞാൻ പറയാൻ വരുന്നത്, യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ്റെ ജീവിതത്തിലെ മിക്കവാറും എല്ലാ തഴക്കദോഷങ്ങളും, അത് മദ്യപാനമാവട്ടെ മറ്റേതെങ്കിലും അശുദ്ധിയാവട്ടെ, ഈ തഴക്കദോഷങ്ങൾക്കെല്ലാം അതിൻ്റെ പശ്ചാത്തലത്തിൽ, അതിൻ്റെ പിന്നാമ്പുറത്ത് എന്തെങ്കിലും ഒരു മുറിവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു മുറിവിൽ നിന്നാണ് ഈ പാപം പിറവിയെടുക്കുന്നത്. അല്ലെങ്കിൽ മുറിവാണ് പിശാച് നമ്മുടെ ജീവിതത്തെ പാപത്തിൽ കെട്ടിയിടാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി. ജോസഫ് ചെറുപ്പത്തിൽ നല്ലതുപോലെ മുറിവേറ്റ ഒരാളായിരുന്നു. അതുകൊണ്ട് ഈ മുറിവേറ്റ ആളെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. അതായത് നിങ്ങളുടെ മേൽ, എനിക്ക് മനസ്സിലായ കാര്യമാണിത്, നിങ്ങളുടെ മേൽ ഒരു തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ, നിങ്ങളെ ദൈവം വലിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവം അതിനുവേണ്ടി ചിലപ്പോൾ ഒരു 2-3 തലമുറ മുമ്പേ ദൈവത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. ചിലപ്പോൾ ഒരു 5 തലമുറ മുമ്പേ ദൈവം ഈ തലമുറയിലെ തിരഞ്ഞെടുക്കപ്പെട്ടൊരു വ്യക്തിക്ക് വേണ്ടി ദൈവം ഒരു 4-5 തലമുറയ്ക്ക് മുമ്പേ ജോലി തുടങ്ങും. ഇതേ സമയത്ത് തന്നെ സാത്താനും ജോലി തുടങ്ങും. ഇത് ബൈബിൾ പാഠമൊന്നുമല്ല, എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അതായത് പിശാച് ചിലപ്പോൾ ഒരു 2-3 തലമുറയ്ക്ക് മുമ്പേ ജോലി തുടങ്ങും, ഒരു തിരഞ്ഞെടുക്കപ്പെട്ടവൻ വരാൻ സാധ്യതയുണ്ടെങ്കിൽ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ കുട്ടിക്കാലം മിക്കവാറും ഒക്കെ മുറിവേറ്റതായിരിക്കും, മുറിവ് വൂണ്ടഡായിരിക്കും. കാരണം ഈ വൂണ്ടിനകത്തൂടെ പാപത്തെ കയറ്റിവിടാൻ എളുപ്പമുണ്ട്, പാപത്തിൽ കെട്ടിയിടാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് ജോസഫിനെ നന്നായി മുറിവേൽപ്പിച്ചു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കുട്ടിക്കാലവും ബാല്യകാലവും ശൈശവവും അതുപോലെ തന്നെ കൗമാരവും ഒക്കെ മുറിവേറ്റ് വളർന്ന ഈ മനുഷ്യൻ ഒടുവിൽ ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക്, നാട്ടുകാരും വീട്ടുകാരും ഉറ്റവരും ഉടയവരും ബന്ധുവും അപ്പനും അമ്മയും ഒന്നും സ്വന്തമില്ലാത്ത ഒരു അന്യദേശ അന്യഭാഷ ജീവിത രീതിയിലേക്ക് ഇയാൾ വലിച്ചെറിയപ്പെട്ടു. അങ്ങനെ ഈജിപ്തിൽ ഇയാൾ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടവനായി തെരുവിലൂടെ ഇയാൾ നടന്നു നീങ്ങുമ്പോൾ അയാളുടെ കയ്യിൽ ചങ്ങലകളുണ്ട്, കാലിൽ ചങ്ങലകളുണ്ട്. അയാളുടെ മീതെ, അയാളുടെ കഴുത്തിൽ ഒരു ലേബൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്, ഇയാൾ അടിമയാണ്. അങ്ങനെ അടിമയുടെ സ്വാഭാവികമായ ശരീരഭാഷയോടെ ഈ ഈജിപ്തിൻ്റെ തെരുവിലൂടെ, ഈ മിസ്രൈമിൻ്റെ തെരുവിലൂടെ അയാളിങ്ങനെ ചങ്ങലയിട്ട് പൂട്ടി വലിച്ചിഴക്കപ്പെട്ട് കൊണ്ടുപോകുമ്പോൾ ഈ പച്ചമുറിവിൽ ഉപ്പ് തേച്ചതുപോലായത്. ഇയാൾ മുറിവുകൾ ആഴപ്പെട്ടു. ഈ സമയത്താണ് ഇയാളെ ഫറവോയുടെ ആ കാരാഗ്രഹ പാലകനായിരുന്ന പോത്തിഫാർ അയാളുടെ വീട്ടിലേക്ക് അടിമയായി കൊണ്ടുപോകുന്നത്. അങ്ങനെ ആ വീട്ടിൽ ജോലി നോക്കി ഈ ചെറുപ്പക്കാരൻ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ പോത്തിഫറിൻ്റെ ഭാര്യ ഇയാളോട് സവിശേഷമായൊരു താല്പര്യം കാണിക്കാൻ തുടങ്ങി. എല്ലാ തരത്തിലെ അധാർമികതകളെയും ന്യായീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഒരു മോശപ്പെട്ട കാര്യമായിട്ട് തോന്നണമെന്നില്ല. പോത്തിഫർ അറിയാതെ പോത്തിഫറിൻ്റെ ഭാര്യ ഒരു തെറ്റായ ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് അവരുടെ മനോബോധത്തിൽ ചിലപ്പോൾ ശരിയായിരുന്നിരിക്കാം. ഏതായാലും ഈ സ്ത്രീ, ചെറുപ്പക്കാരി, ഈ ജോസഫ് എന്ന ചെറുപ്പക്കാരനെ ആശാസ്യമല്ലാത്ത ഉദ്ദേശവുമായി സമീപിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ അർത്ഥത്തിലും മുറിവേറ്റൊരു മനുഷ്യനാണിത്. അമ്മ ചെറുപ്പത്തിലെ മരിച്ചുപോയി, അപ്പൻ കൂടെയില്ല, സഹോദരന്മാർക്ക് കണ്ണിൽ കണ്ടൂടാ. സഹോദരന്മാരാദ്യം കൊല്ലാൻ നോക്കി, പിന്നെ അടിമയായിട്ട് വിറ്റു. ഇനി ജന്മനാട്ടിലേക്ക് തിരിച്ചെത്താമോ എന്ന വിദൂരമായ പ്രതീക്ഷ പോലും അസ്ഥാനത്താണ്. എല്ലാ അർത്ഥത്തിലും ഇയാൾ ഒറ്റപ്പെട്ടവനാണ്. സ്നേഹിക്കാൻ ആരുമില്ല, കരുതാൻ ആരുമില്ല, ആശ്ലേഷിക്കാനും ആലിംഗനം ചെയ്യാനും ചേർത്ത് പിടിക്കാനും സ്വന്തമെന്ന് പറയാനും ആരുമില്ല. അങ്ങനെ ഒരു അത്രയും നിരാധാരമായ ഏകാന്തതയുടെയും അനാഥത്വത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും അവസ്ഥയിൽ
സ്നേഹത്തിൻ്റെ കാക്കപ്പൊന്ന് ഒരാൾ വെച്ച് നീട്ടുമ്പോൾ സാധാരണഗതിയിൽ ഒരു ചെറുപ്പക്കാരൻ അതിലേക്ക് വഴുതി വീണ് പോവുകയാണ് സ്വാഭാവികം. ന്യായീകരിക്കാനാണെങ്കിൽ ഇയാളുടെ ഉള്ളിൽ 1000 ന്യായങ്ങളുണ്ട് ഈ തിന്മയെ ന്യായീകരിക്കാൻ. ഈ തെറ്റിനെ ന്യായീകരിക്കാനാണെങ്കിൽ ഇയാൾക്ക് പറയാൻ 1000 കാരണമുണ്ട്. തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ വേട്ടയാടപ്പെട്ടൊരു ചെറുപ്പക്കാരന് വേണമെങ്കിൽ ഇത് ദൈവം തരുന്ന ഒരു ആശ്വാസമായിട്ട് പോലും കരുതാം. പക്ഷേ ഈ സമയത്ത് ജോസഫ് ചിന്തിച്ചത്, ഞാൻ ഇതിലൂടെ എല്ലാം കടന്നുപോയത് ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കേൾക്കണം. നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ തകർക്കാനും താമസം വരുത്താനും പിശാച് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ലൈംഗിക പാപം. പിശാചിൻ്റെ മനസ്സിൽ കൃത്യമായൊരു ടാർഗറ്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? ഇനി ഈ പോത്തിഫറിൻ്റെ വിശ്വസ്ത സേവകനിൽ നിന്ന് ഈജിപ്തിലെ രാജകൊട്ടാരത്തിലേക്ക് അധികം ദൂരം ഇല്ല. പിശാചിന് കൃത്യമായിട്ടറിയാം ഇവനെ ഈജിപ്തിലേക്ക് വിട്ടിരിക്കുന്നത് വേട്ടയാടപ്പെടാനല്ല, ഇവിടുത്തെ ഭരണാധികാരിയാക്കാനാണ്. ഒരു ഡിവൈൻ പ്രോജക്റ്റ് നിറവേറാനുണ്ട്. അത് നിറവേറുന്നതിന് തൊട്ട് മുമ്പ് പോത്തിഫറിൻ്റെ ഭാര്യയിലൂടെ പിശാച് അതിനെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഈ ചെറുപ്പക്കാരന് ഏറ്റവും എളുപ്പത്തിൽ വീണുപോകാൻ പറ്റുന്ന വളരെ വഴുക്കുന്ന ഒരു വരമ്പ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അറിയണം, ഈ നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ തകരുന്നതിന് ഇടയാക്കുന്ന മാരക പാപമാണ് ശരീരത്തിൻ്റെ അശുദ്ധി. ഒരടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം ദൈവിക പദ്ധതികൾ ബ്ലോക്കാവും. അതുകൊണ്ട് ലൈംഗിക പാപത്തോട് പോരാടുക എന്നത് ഒരു ഓപ്ഷനല്ല, ഓബ്ലിഗേഷനാണ്. അത് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമല്ല, അത് നമ്മുടെ ബാധ്യതയാണ്. ലൈംഗിക പാപത്തോട് പോരാടേണ്ടത് ഒരു ജീവൻ മരണ പ്രശ്നമാണ്. കാരണം നമ്മെ സംബന്ധിക്കുന്ന ദൈവിക പദ്ധതികളെ തകർത്ത് കളയുന്നത് മുഴുവൻ ഇതിനകത്താണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. പക്ഷെ ജോസഫ് അതിനകത്ത് വീണില്ല. ജോസഫ് പറഞ്ഞത്, ഇത്ര നീചമായിട്ട് പ്രവർത്തിച്ച് ഞാൻ ദൈവത്തിനെതിരെ എങ്ങനെ പാപം ചെയ്യും എന്നാണ്. ദൈവത്തിനെതിരെ ഞാൻ എങ്ങനെ പാപം ചെയ്യുന്നത്? നിന്റെ ഭർത്താവ് അറിയില്ല, എൻ്റെ വീട്ടുകാരും അറിയില്ല, പക്ഷെ ദൈവം അറിയുന്നുണ്ട്. ദൈവത്തിനെതിരെ ഞാൻ അങ്ങനെയാണ് പാപം ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ തെറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ അയാൾക്ക് കിട്ടുന്നത് കാരാഗ്രഹമാണ്. പക്ഷെ ആ കാരാഗ്രഹത്തിൽ നിന്ന് അയാൾ നേരെ നടന്നു കയറുന്നത് തൻ്റെ രാജസിംഹാസനത്തിലേക്കാണ്. ഒരു കാലത്ത് കയ്യാമം വച്ചും കാൽവിലങ്ങിട്ട് പൂട്ടിയും നാണം കെട്ടവനെ പോലെ നടന്നു നീങ്ങിയ അതേ തെരുവിലൂടെ രാജാവിൻ്റെ 2ാം രഥത്തിൽ രാജാവ് അയാളെ സവാരി ചെയ്യിച്ചെടുത്താണ് വിശുദ്ധിയുടെ പ്രതിഫലത്തെക്കുറിച്ച് ബൈബിൾ സംസാരിക്കുന്നത്. അതേ തെരുവിൽ നാണം കെട്ട് നമ്രശിരസ്കനായി കയ്യാമം വെച്ചും കാൽവിലങ്ങിട്ട് പൂട്ടിയും നടന്ന അതേ തെരുവിലൂടെ ശരീരത്തിലെ വിശുദ്ധി പാലിക്കേണ്ടി വന്നതിൻ്റെ പേരിൽ ജോസഫിന് നഷ്ടപ്പെട്ടത് അവൻ്റെ മേലങ്കിയാണ്. മേലങ്കി പോത്തിഫറിൻ്റെ ഭാര്യ കൈക്കലാക്കി, അതെടുത്ത് ഉയർത്തി കാണിച്ചിട്ട് അത് തെളിവായി അവൾ ചൂണ്ടിക്കാട്ടി. നഷ്ടപ്പെട്ടത് മാനാഭിമാനവും മേലങ്കിയും. മേലങ്കി അഭിമാനത്തിൻ്റെ പുതപ്പ്, അതാ പോയത്. പക്ഷേ നിങ്ങൾ ഓർക്കണം, ജോസഫിൻ്റെ മേലങ്കി എന്ന് പറഞ്ഞാൽ അടിമയുടെ മേലങ്കിയാണ്. അടിമയുടെ മേലങ്കി എന്ന് പറഞ്ഞാൽ പഴകിയ മേലങ്കിയാണ്. അപ്പനും അമ്മയും ഊരും പേരും വീടും കുടുംബവും ബന്ധുബലവും ആരും സ്വന്തമായിട്ടില്ലാത്തൊരു ചെറുപ്പക്കാരൻ്റെ വസ്ത്രം അതത്ര വിലപ്പെട്ടൊന്നുമല്ല. ഈ ദാരിദ്ര്യം പിടിച്ചവൻ്റെ, ഈ ദരിദ്രൻ്റെ വസ്ത്രം അതാ പോയേ. പക്ഷേ വിശുദ്ധിക്ക് വേണ്ടി തൻ്റെ മേലങ്കി കളഞ്ഞവന് ദൈവം സമ്മാനിച്ചത്
രാജാവിൻ്റെ പട്ടുവസ്ത്രങ്ങളാണ്. പോയത് ഭിക്ഷക്കാരൻ്റെ മേലങ്കി, കിട്ടിയത് രാജാവിൻ്റെ പുതപ്പ്. നമ്മുടെ മനസ്സിൽ പിശാച് ഒരു നുണ വിതച്ചിട്ടുണ്ട്. ലൈംഗിക സന്തോഷങ്ങൾ ഉപേക്ഷിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുമെന്ന്. തെറ്റാണ്. ഏറ്റവും ഉയർന്ന സന്തോഷം കാത്തുവെച്ചിട്ടാണ് ദൈവം പറയുന്നത് ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിലേ പഠിപ്പിക്കണം. വിശുദ്ധരാവണം, ലൈംഗിക വിശുദ്ധി പാലിക്കണം, വിശുദ്ധരാവണം, തെറ്റ് ചെയ്യരുത്, അശ്ലീലം കാണരുത്, തെറ്റായ കാഴ്ചകൾ കാണരുത്, അത്തരം കാഴ്ചകൾ ഒഴിവാക്കണം. നമുക്കറിയാം, ഇന്ന് കൊച്ചു ത്രേസ്യായിക്ക് വിശുദ്ധയാവാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. ഞാൻ എന്താ പറഞ്ഞേ? കൊച്ചു ത്രേസ്യയ്ക്ക് വിശുദ്ധയാവാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. അൽഫോൻസാമയ്ക്ക് വിശുദ്ധയാവാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. അക്വീനാസിന് വിശുദ്ധനാവാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല. ഇന്ന് വിശുദ്ധരാവുന്നവർ കൊച്ചു ത്രേസ്യയെക്കാളും വളരെ വളരെ ഉയർന്ന നിലവാരത്തിലെ വിശുദ്ധരായിരിക്കും. കാരണം ഇത്രയും അശ്ലീലത്തിൻ്റെയും ഇത്രയും തിന്മയുടെയും ഇത്രയും അശുദ്ധി ഇങ്ങനെ മലവെള്ളപ്പാച്ചിൽ പോലെ ഒഴുകി വരുന്നതിൻ്റെ നടുവിലാണ് ഒരാൾ ഇന്ന് വിശുദ്ധനാവേണ്ടത്. അയാളുടെ സ്ഥാനം കൊച്ചു ത്രേസ്യയ്ക്കും അക്വീനാസിനും മേലെയായിരിക്കും. മനസ്സിലായോ? കാരണം ഇന്ന് അതുപോലാണ് തിന്മ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് കാണണം, എന്ത് കേൾക്കണം, ഇതിന് ഫിൽട്ടറിങ്, ഇതിന് സെൻസർഷിപ്പ് ആവശ്യമുണ്ട്. നമ്മൾ എന്ത് കാണുന്നു? ഫേസ്ബുക്കിൽ വെറുതെ സ്ക്രോൾ ചെയ്ത് വിടുമ്പോൾ നിരുപദ്രവകരമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിലൂടെ തിന്മ കയറി വരും. അതുകൊണ്ട് എന്ത് കാണണം, ഞാൻ എന്ത് കേൾക്കണം, എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് കാണണം, അവർക്ക് അവരുടെ ഡിവൈസിൽ പേരൻ്റൽ ലോക്കിട്ട് അവർക്ക് ഫിൽട്ടർ ചെയ്ത് അവരെന്ത് കാണണമെന്ന് പേരൻസ് ചെറുപ്പത്തിലേ തീരുമാനിക്കണം. കുഞ്ഞുങ്ങൾ കരയാതിരിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് യൂട്യൂബിൻ്റെ പ്രീമിയം അക്കൗണ്ട്, പരസ്യമില്ല, കണ്ടുകൊണ്ടിരിക്കും. അവർ അശ്ലീലം കാണുന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവർ കാണുന്നതെല്ലാം അവരെ സ്വാധീനിക്കുകയാണ്. അത് വേറൊരു സ്റ്റോറിയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, വേറൊരു നരേറ്റീവാണത്. ആ നരേറ്റീവാണ് അവരുടെ തലയിൽ കയറുന്നത്. നമ്മൾ വേറിട്ട് നിൽക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് നല്ല 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 കുഞ്ഞുങ്ങളുണ്ട് ഇഷ്ടം പോലെ. അമേരിക്കയിൽ ഈ മധ്യ തിരുവിതാംകൂറിൽ ഒരു കുടുംബനാഥൻ എന്നോട് പറഞ്ഞു, എൻ്റെ മകന് കല്യാണം ആലോചിക്കുകയാണ്, നല്ല വിശുദ്ധരായ പിള്ളേർ വല്ലതും ഉണ്ടെ പറയണം. പരിഗണന വേറെ എന്തായാലും ഉണ്ട്, വേറെ പരിഗണന ഒന്നുമില്ല, ഹോളി ആയാൽ മതി. കാരണം അവൻ അങ്ങനെയുള്ളവരെ കെട്ടത്തുള്ളൂ. ഞാൻ ആ ചെറുപ്പക്കാരനെ കണ്ടു, സംസാരിച്ചു. അവൻ പറഞ്ഞു, അച്ഛാ പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്നതേ ഉള്ളൂ, ആരും വിശുദ്ധരല്ല. 1, 2, 3 പ്രേമമാണ് എല്ലാത്തിനും, വിശുദ്ധരൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് വിശുദ്ധരെ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് വിശുദ്ധിയുള്ള പെണ്ണിനെ കിട്ടിയാൽ മതി. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ എനിക്ക് എൻ്റെ ജീവിത പങ്കാളിക്ക് കൊടുക്കാൻ ചാരിത്ര്യം, ചാസ്റ്റിറ്റി, വിശുദ്ധി ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ളൊരു കുട്ടിയെ വേണം. അമേരിക്കയിലാണ് ജീവിക്കുന്നത്, US സിറ്റിസൺ. പക്ഷെ അവൻ്റെ പ്രയോറിറ്റി പറ, അമേരിക്ക ജോലിയുള്ള പെണ്ണ് വേണമെന്നല്ല പറഞ്ഞേ, അല്ല, സുന്ദർ പിച്ചയെ പരിചയമുള്ള ഗൂഗിളിൻ്റെ വലിയ ആളെ വേണമെന്നല്ല പറഞ്ഞേ. എന്താ പറഞ്ഞേ? വിശുദ്ധി. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് വളരെ ഓർത്തിരിക്കണം. നമ്മെക്കുറിച്ചുള്ള ദൈവ പദ്ധതികളെ തകർക്കും ഇത്. ഒരു വചനം നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനത്തിൽ വിശുദ്ധിയുടെ പ്രതിഫലം പ്രവാചകനിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ 33-ാമത്തെ അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. യെശയ്യാ 33:15 മുതൽ വായിക്കാമോ? നീതിയുടെ മാർഗത്തിൽ ചരിക്കുന്നവൻ, സത്യം സംസാരിക്കുന്നവൻ, മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ, രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ, തിന്മ കാണാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ, അവൻ ഉന്നതങ്ങളിൽ വസിക്കും. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരി, മകനെ, മകളെ, കൗമാരക്കാരാ, കുഞ്ഞ്, ഈ വചനം നീ കേൾക്കണം. തിന്മ കാണാതിരിക്കാൻ നീ കണ്ണുകൾ അടച്ചാൽ, പോർണോഗ്രഫി കാണാതിരിക്കാൻ നീ കണ്ണുകൾ അടച്ചാൽ, ദൈവം നിന്നെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകും.
ഉന്നതങ്ങളിലേക്ക്. ഞാൻ അയർലൻഡിൽ യാത്ര ചെയ്യുമ്പോൾ എയർപോർട്ടിൽ വിളിക്കാൻ വന്ന ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പോൾസൺ ബ്രദറുണ്ട്, ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഈ വചനം പറഞ്ഞില്ലേ യെശയ്യായിൽ, തിന്മ കാണാതിരിക്കാൻ കണ്ണടയ്ക്കുന്നവൻ ആ ഉന്നത. എൻ്റെ ജീവിതമാണ് അതിന് സാക്ഷ്യം. ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ എത്ര വർഷം അധ്വാനിച്ചിട്ടും എനിക്ക് ജോലി കിട്ടുന്നില്ല, പുരോഗതിയില്ല, എല്ലാ അർത്ഥത്തിലും ഞാൻ പരാജയപ്പെട്ട് കിടക്കുന്നു. ഞാൻ ഈ വചനം കേട്ടപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു, ശരിയാ, എനിക്ക് മുന്നോട്ട് നീങ്ങാൻ എന്നെ തടസ്സപ്പെടുത്തുന്ന ഒരു തിന്മ വർഷങ്ങളായിട്ട് ബാംഗ്ലൂരിൽ ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം മുതൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ മാറാത്ത ഒരു തഴക്കദോഷം, ഒരു തിന്മ എനിക്കുണ്ട്, അശുദ്ധി കാണുന്ന സ്വഭാവം. അതെനിക്ക് കല്യാണം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുണ്ടായിട്ടൊന്നും എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയിട്ടില്ല. ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് തിന്മ കാണാതിരിക്കണം. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരാ, ഞാൻ പറയുന്നു, പൊർണോഗ്രഫി സാത്താൻ്റെ ഡയറക്റ്റ് ലോകമാണ്, ഡയറക്റ്റ് ലോകം. ആ പൊർണോഗ്രഫിയുടെ ലോകത്ത് പൈശാചികമായത് മാത്രമേ തലയിലോട്ട് വരൂ. നമ്മൾ ഓരോ ക്ലിപ്പും കണ്ട് പോകുന്ന മാറി 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 പോകുന്ന സമയത്ത് പിശാച് തന്നെ നേരിട്ട് കയറി വരും. ഒരു സംശയമില്ല, യാതൊരു തർക്കവും വേണ്ട. പൊർണോഗ്രഫി സാത്താൻ്റെ ഡയറക്റ്റ് ലോകമാണ്. തിന്മ കാണരുത്. കർത്താവിന് മുമ്പേ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, കർത്താവേ, എനിക്ക് തിന്മ കാണാതിരിക്കാൻ എൻ്റെ കണ്ണുകൾ അടയ്ക്കണം, എനിക്ക് തിന്മ കാണണ്ട. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് ചോദിച്ചാൽ ദൈവം തരും. ഇത് കാണാതിരിക്കാൻ പറ്റും. ഞാൻ കൊട്ടാരക്കര കൺവെൻഷന് ചെന്ന് വണ്ടി ഇറങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നു, എന്നോട് പറഞ്ഞു, ഡാനിലച്ചാ, ഞാൻ ഒത്തിരി നാളായിട്ട് കാണാനിരിക്കുകയായിരുന്നു. എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് അച്ഛനോട്. അച്ഛൻ ബൈബിൾ പഠിപ്പിച്ചില്ലേ, അതിനെനിക്ക് നന്ദിയുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ മോനെ? അവൻ എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യം വചനം കേട്ടപ്പോൾ എനിക്ക് ബൈബിളിനോട് സ്നേഹം തോന്നി, ഞാൻ വചനം വായിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ തീരുമാനിച്ചു, ഞാൻ ബൈബിൾ പഠിക്കാം. അങ്ങനെ അച്ഛൻ്റെ യൂട്യൂബിലെ ബൈബിൾ സ്റ്റഡികൾ ഓരോന്നായിട്ട് മത്തായി, മർക്കോസ് ഞാനിങ്ങനെ പഠിക്കാൻ തുടങ്ങി. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ബൈബിൾ സ്റ്റഡി ഞാൻ തുടങ്ങിയ ദിവസം മുതൽ എനിക്ക് ലൈംഗിക വിശുദ്ധി പാലിക്കാൻ ഈശോ എന്നെ സഹായിക്കുന്നുണ്ട് എന്ന ചെറുപ്പക്കാരൻ കൊട്ടാരക്കര കൺവെൻഷന് ചെന്നിറങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു. ഒരു മകൾ എന്നോട് ചെന്നൈയിൽ നിന്ന് വന്നൊരു മകൾ എൻ്റെ അടുത്ത് പറഞ്ഞു, വർഷങ്ങളായിട്ട് എനിക്ക് ഭയങ്കര പ്രശ്നമാണ് എനിക്ക് എൻ്റെ സെക്ഷൽ ലൈഫിനെ ഒട്ടും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ബൈബിൾ സ്റ്റഡി പഠിക്കാൻ തീരുമാനിച്ചു. ഞാൻ ബൈബിൾ സ്റ്റഡി തുടങ്ങി. മത്തായിയുടെ സുവിശേഷം പഠിച്ചു തീരുമ്പോഴേക്കും എന്നെ വർഷങ്ങളായിട്ട് അലട്ടിയിരുന്ന ഈ മേഖലയിൽ കർത്താവ് എനിക്ക് മോചനം തന്നു. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ആ മകൾ ഇന്ന് കേരളത്തിലെ ഒരു സന്യാസ ഭവനത്തിൽ സിസ്റ്ററാവാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കൊല്ലം കൂടെ കഴിഞ്ഞാൽ സിസ്റ്ററാവും. പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ, എന്നെ കേൾക്കുന്നവർ, ഈ ദിവസം നിങ്ങൾ അറിയണം, പ്രിയപ്പെട്ട മക്കളെ, തീരെ ചെറിയ കുഞ്ഞുങ്ങൾ പോലും ഇന്ന് പൊർണോഗ്രഫിക് ലോകത്തിൻ്റെ അടിമയാണ് എന്ന് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അടിമയാണ് തീരെ ചെറിയ കുഞ്ഞുങ്ങൾ. മനസ്സിലായോ? ഭയാനകമായ അനുഭവങ്ങളാണ് നമ്മൾ. ഒരാൾക്ക് ഒരു ലൈംഗിക ആകർഷണം തോന്നുന്നു, അല്ലെങ്കിൽ ഒരു അടുപ്പം തോന്നുന്നു, ഇതൊക്കെ സ്വാഭാവികമാണ്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. മറിച്ച് അഡിക്ഷൻ, ഒരു കൊച്ചു കുഞ്ഞ്, 12-13 വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞിന് അവൻ്റെ ബന്ധു കുളിക്കുമ്പോൾ ഒളിഞ്ഞു നോക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അവൻ്റെ തല മുഴുവൻ കിടക്കുന്നത് പൊർണോഗ്രഫി. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ ബന്ധു സ്ത്രീ ഒളിഞ്ഞു നോക്കുന്നത് അവൻ ക്യാമറയെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വയസ്സ് 13. അവനോട് വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അവൻ്റെ ഫോൺ എടുത്തിട്ട് ഗൂഗിൾ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ അവൻ കണ്ടത് മുഴുവൻ പൊർണോഗ്രഫിയുടെ. എങ്ങനെ ഈ സൈറ്റിൽ എത്തുന്നു എന്നുള്ളതാണ് അത്ഭുതം. ചോദിച്ചപ്പോൾ പറഞ്ഞത് എങ്ങനെയെന്നറിയാമോ? അവൻ്റെ കൂട്ടുകാരൻ, മുതിർന്ന ഒരാൾ, അവൻ്റെ സീനിയർ ബന്ധു തന്നെയാണ്. അവന് ഈ സൈറ്റുകളുടെ URL ഒരു പേപ്പറിനകത്ത് 1, 2, 3, 4, 5 നല്ല സൈറ്റുകളുടെ എഴുതി കൊടുത്തിരിക്കുകയാണ്. ഇവൻ ഇരുന്ന് കുത്തിയിരുന്ന് ഈ URL ടൈപ്പ് ചെയ്ത് ആ സൈറ്റിലേക്ക് പോയിട്ട് ഈ കൊച്ചൻ്റെ ഇരുന്ന് കാണുകയാണ്. നാളെ അവൻ പെറ്റ തള്ള കുളിക്കുമ്പോൾ അത് മൊബൈലിൽ ഷൂട്ട് ചെയ്യും. നാളെ അവൻ പെങ്ങൾ കുളിക്കുമ്പോൾ അത് മൊബൈലിൽ ഷൂട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ അധപ്പതിച്ച ലോകത്തിൻ്റെ ഇരയായി മാറാതിരിക്കാൻ വിശുദ്ധിയെക്കുറിച്ച് വീട്ടിൽ സംസാരിക്കണം. വിശുദ്ധരാവുന്നതിനെ കുറിച്ച് പറയണം. വിശുദ്ധരായി ജീവിച്ചവരുടെ ജീവചരിത്രങ്ങൾ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളോട് സംസാരിക്കണം. ഈ മേഖലയിൽ ശക്തി പ്രാപിച്ചാൽ
നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തൊടാൻ ഒരാൾക്കും പറ്റില്ല, ഒരാൾക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. കുടുംബജീവിതം നയിക്കുമ്പോൾ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജീവിത പങ്കാളിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റാണ്, ഏറ്റവും വലിയ, ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ BMW കാറ് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും വലിയ ഗിഫ്റ്റാണ് ചാരിത്ര്യം, ബ്രഹ്മചര്യം. അപ്പം അത് കുഞ്ഞുങ്ങളെ അതിൻ്റെ വില പറഞ്ഞ് മനസ്സിലാക്കണം. എന്നിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഈ മേഖലയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ഭാരപ്പെടേണ്ട, ഈശോയിലേക്ക് വരിക, നല്ല കുമ്പസാരം നടത്തുക, ഇന്നു മുതൽ പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. എപ്പോഴും ശ്രദ്ധിക്കണം, ആര് നിർബന്ധിച്ചാലും വ്യഭിചാരമാണ്, ഓർത്തോണം. അത് ആര് നിർബന്ധിച്ചാലും, ആര് തെറ്റല്ലെന്ന് പറഞ്ഞാലും വ്യഭിചാരമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് ശ്രദ്ധിക്കണം. ഞാൻ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് ഒരിക്കൽ ഇങ്ങനെ ഇമെയിൽ അയച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾ മടുത്തോ? ഈ ഇമെയിൽ ഇതാണ്, എനിക്ക് നിങ്ങളുടെ 30 മിനിറ്റ് തരുമോ? ഇതാണ് ആ ഇമെയിലിൻ്റെ സബ്ജക്റ്റ്. നിങ്ങളുടെ 30 മിനിറ്റ് തരുമോ? 30 മിനിറ്റൊക്കെ കൊടുക്കാനുണ്ട് എനിക്ക്. പക്ഷെ എനിക്ക് പേടിയാണ്. പേടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പരാജയപ്പെടുന്നൊരു മേഖലയാണ് കൗൺസിലിംഗ്. എനിക്ക് ഇങ്ങനെ നിന്ന് പറയാനുള്ള അറിയാം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുമ്പോൾ 4 പേരെ കാണുമ്പോൾ ഞാൻ മടുത്തു. അപ്പോൾ ഈ 2 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് വരുന്നവർ 2 മണിക്കൂർ കഴിഞ്ഞാലും പോകത്തില്ല. അപ്പം ഞാൻ ഇത്രയൂടെ കഴിയട്ടെ, കുറച്ചുകൂടെ സമയം കിട്ടട്ടെ എന്നൊക്കെ ഓർത്ത് ഇതിങ്ങനെ നീട്ടി എന്താന്ന് ഇവൻ പറഞ്ഞിട്ടുമില്ല. പ്ലീസ് ഗിവ് മീ യുവർ 30 മിനിറ്റ്സ്, ഇതാണ് സബ്ജക്റ്റ്, ഇമെയിലിൻ്റെ ടൈറ്റിൽ. കുറേ ഇങ്ങനെ അയച്ചു കഴിഞ്ഞപ്പോൾ ദോഷമല്ലേ, ഒരുത്തൻ ഇങ്ങനെ പുറകെ നടക്കുമ്പോൾ എങ്ങനെ തള്ളിക്കളയുന്നേ. അപ്പോൾ ഞാൻ ഒരു ദിവസം വരാൻ പറഞ്ഞു, സൂക്ഷം പോലെ. അതൊരു 2ാം ശനിയാഴ്ചയായിരുന്നു, ഞാൻ ഓർക്കാതെ പറഞ്ഞതാണ്. എനിക്കന്ന് വൈകുന്നേരം നെടുമങ്ങാട് കൺവെൻഷൻ ഉണ്ടായിരുന്നു. ധ്യാനകേന്ദ്രത്തിൽ അവസാനത്തെ ആളെയും പ്രാർത്ഥിച്ച് വിട്ടിട്ട് ഓടി മുറിയിലേക്ക് പോയി ഇത്തിരി വെള്ളം കോരി കുളിച്ച് വേഷം മാറി ഓടണമെന്നാണ് എൻ്റെ പ്ലാൻ. പക്ഷെ അത് നടക്കത്തില്ല. കാരണം ഇവൻ വന്ന് നിൽക്കുകയാണ്. അവൻ എന്നോട് പറയുകയാണ്, അച്ഛാ എനിക്ക് 30 മിനിറ്റ് തരാമെന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ വിളിച്ചാണ്. ഞാനാണത്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, ഞാൻ ഓർക്കാതെ പറഞ്ഞാടാ, വേറൊരു ദിവസം വരാമോ നിനക്ക്? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ ഞാൻ എന്തോരം ദൂരെ നിന്നാണ് ഇന്ന് വരുന്നതെന്നറിയാം. ഇനി എന്ത് സംഭവിക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ അവനോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ എന്നോട് സംസാരിക്കുകയാണ്, അച്ഛാ എൻ്റെ കഥ അച്ഛൻ കേൾക്കണം. അവൻ പറയുകയാണ്, എൻ്റെ അച്ഛാ ഞാൻ വിവാഹിതനാണ്, എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, എങ്കിലും ഞാൻ എല്ലാ അർത്ഥത്തിലും ലോകത്തെ സകല പാപവും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിലെ പാപം. പിന്നെ ഡ്രഗ് അബ്യൂസ്, ഇതെല്ലാം ഉണ്ട്, മദ്യപാനം എല്ലാം ഉണ്ട്, ഡ്രഗ് ഉണ്ട്, പിന്നെ ഈ പറയുന്ന പാപമുണ്ട്. അവൻ പറഞ്ഞ ഒരു കാര്യം അതൊരു ഭയാനകമായ കാര്യമാണ്, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ലായിരുന്നു. അവൻ എന്നോട് പറയുകയാണ്, എനിക്കൊരു പ്രത്യേക തരത്തിലുള്ള പ്രശ്നമുണ്ട്. അതായത് എനിക്ക് മാസ്റ്റർബേഷൻ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, അതെനിക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു പ്രാവശ്യം ചെയ്താൽ പോരാ, ഞാൻ അലാം വെച്ച് എഴുന്നേറ്റിരുന്ന് ദിവസം 14-15 തവണ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ആളാണ്. ഒരാൾ നേരിട്ട് പറയുമ്പോൾ നമ്മളെങ്ങനെ അത് ചുമ്മാ പറയാമെന്ന് പറയാൻ പറ്റും? അയാളുടെ ജീവിതം പറയാം. 14-15 തവണ ഞാൻ ഇത് ചെയ്യും. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എല്ലാവരും കൂടെ ഉള്ള വേദിയിൽ ഈ വിഷയം പറയുന്നത് ക്ഷമിക്കണം. പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ കാലഘട്ടത്തിൽ ഇനി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മൾ. കാരണം അതുപോലെ നമ്മൾ വിചാരിക്കുകയാണ്, അയ്യോ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ലെന്ന്. നിങ്ങൾ വേണേൽ അവരുടെ അടുത്തുനിന്ന് വല്ലതും ചോദിച്ച് പഠിച്ചോ. അപ്പം അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, എനിക്കിത് പറയാൻ ഇഷ്ടമുണ്ടായിട്ട് പറയുന്നതല്ല. പക്ഷേ ഇത് ഈ കാലഘട്ടത്തിൽ പിന്നെ ദൈവം ഒരു കാര്യം പറയാൻ പ്രേരണ തന്നാൽ പറയാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും പോട്ടെ. അപ്പോൾ ഇവൻ പറയും, ഇതാണ് എൻ്റെ പ്രശ്നം, ഞാൻ അലാം വെച്ച് എഴുന്നേറ്റിരുന്ന് ഇത് ചെയ്യുന്ന ആളാണ്, എനിക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്നെ സൈബർ ക്രൈമിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നെ ചീറ്റിങ്ങിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് അങ്ങനെ എന്തൊക്കെയോ ഒത്തിരി പറഞ്ഞു. അച്ഛാ ഞാൻ എല്ലാ അർത്ഥത്തിലും ഒരു തകർന്ന ആളാണ്. ഞാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ആഗ്രഹിച്ചു ഇവൻ പറഞ്ഞു നിർത്തല്ലേ എന്ന്. കൺവെൻഷൻ ലേറ്റായാലും വേണ്ടില്ല. കാരണം എന്താ അറിയോ, ഇവൻ എന്നോട് പറയാണ്, ഡാനിയൽ അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ വഴികളും ഉപയോഗിച്ച് നോക്കിയിട്ടും ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല എന്നുകൂടി പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ദൈവം ഞാൻ ഇനി ഇതൊക്കെ എനിക്ക് അറിയാവുന്നതല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി ഇവനോട് എന്ത് പറയാനാണ് രക്ഷപ്പെടുത്താൻ?
അച്ഛൻ കുമ്പസാരിക്കാൻ പറഞ്ഞ് ഞാൻ കുമ്പസാരിച്ചു, അച്ഛൻ അത് പ്രാർത്ഥിക്കാൻ, ഞാനെല്ലാം ചെയ്തിട്ടുണ്ട്, എനിക്ക് മാറ്റം വന്നിട്ടുമില്ല. അപ്പം ഞാൻ ആഗ്രഹിച്ചു, ദൈവമേ ഇവൻ നിർത്തല്ലേ, ഇവൻ നിർത്തിയാ ഞാൻ പറയണ്ടേ. 29 മിനിറ്റായി. അവൻ പറഞ്ഞു, അച്ഛാ ഞാൻ വാക്ക് പാലിക്കും, ഞാൻ ചോദിച്ചുകൊണ്ടിരുന്ന 30 മിനിറ്റാണ്, ഇനി 1 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞ് ഞാൻ പറയണ്ടടാ. അവൻ പറഞ്ഞു, അച്ഛനൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അച്ഛനൊന്നും പറയണ്ട, ഇത് കേട്ടാൽ മതി, 1 മിനിറ്റ് കൂടെ. അവൻ പറഞ്ഞു, എൻ്റെ എല്ലാ ബലഹീനതകളിലും എന്നെ കുമ്പസാരക്കൂട്ടിലേക്ക് വിട്ട് 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 വീണ്ടും 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 തെറ്റുതിരുത്താൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത് എൻ്റെ അമ്മച്ചിയാണ്. അമ്മയും മരിച്ചു. അമ്മയും മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയുടെ ശവക്കല്ലറെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ എല്ലാ കന്നത്തരങ്ങളും ഞാൻ കാണിക്കുമ്പോഴും അമ്മ മാത്രമേ ഉള്ളായിരുന്നു എനിക്ക്. ഇപ്പം അമ്മയും മരിച്ചു, ഞാനിനി എന്തു ചെയ്യും? അവൻ പള്ളിയിലോട്ട് ചെന്ന് വാവിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, ഞാൻ എന്തോരം കാര്യങ്ങൾ ചെയ്തു, എന്തുമാത്രം ധ്യാനം കൂടി, എന്തോരം കുമ്പസാരിച്ചു, എത്രയോ ഉപദേശങ്ങൾ തേടി, എനിക്കെന്താ മോചനമില്ലാത്ത. അങ്ങനെ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു അച്ഛൻ അവനെ കണ്ടു. എന്താ മോനെ ചോദിച്ചു. അച്ഛൻ എനിക്ക് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു, കുമ്പസാരിച്ചു. 1 മിനിറ്റ് തീരാൻ ഇനി ഏതാനും സെക്കൻഡുകൾ കൂടിയേ ഉള്ളൂ. അവൻ എന്നോട് പറഞ്ഞു, ഡാനിലച്ഛാ, പറയാൻ പറ്റുന്നിടത്തെല്ലാം ഇത് പറയണം, വേണമെങ്കിൽ പേരും പറഞ്ഞു, ഇത് പറയണം. എൻ്റെ രക്ഷകനായ യേശു ക്രിസ്തു എന്നെ എൻ്റെ എല്ലാ ലൈംഗിക പാപങ്ങളിൽ നിന്നും അന്ന് മോചിപ്പിച്ചു. അവൻ പറയാണ്, ഇത് എനിക്ക് അച്ഛനോട് പറയണം, അതിനാണ് ഞാൻ 30 മിനിറ്റ് ചോദിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ ഇത് എല്ലാവരോടും പറയണം, എന്നിട്ട് പറയണം, രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു ലൈംഗിക പാപവുമില്ല എന്ന് പറയണം. രക്ഷപ്പെടും, യേശു രക്ഷപ്പെടുത്തും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് പിന്നെ അവൻ മെയിലയക്കും. ഒരിക്കലും അവൻ മെയിലയച്ചു. അവനകത്ത് അവൻ പറഞ്ഞു, അച്ഛാ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ഒരു ബാറിൻ്റെ മുമ്പിലുള്ളൊരു ഓഫീസിലാണ്. മറ്റേത് അങ്ങനെ ഒരു ബോർഡ് കണ്ടാൽ അവിടെ പോയി വാടകയ്ക്ക് മുറിയെടുത്ത് കിടക്കുന്നവനാണ് ഞാൻ. ഇന്ന് ആ പേര് എന്നെ ആകർഷിക്കുന്നില്ല, എനിക്ക് കുടിക്കണമെന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയച്ചുരുക്കം കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എനിക്കൊരു കാര്യം കൂടെ പറയണമെന്നുണ്ടായിരുന്നു. ഈ ലൈംഗിക പാപത്തോളം തന്നെ നമ്മുടെ കുടുംബങ്ങളിലെ ദൈവശക്തി കളയുന്ന രണ്ടാമത്തെ പാപമാണ് മദ്യപാനവും ലഹരിയുടെ ഉപയോഗവും. മദ്യപാനി കീറത്തുണി ഉടുക്കേണ്ടി വരും. മദ്യപാനവും, അതിന് നിങ്ങൾ ഏതെല്ലാം മാർഗങ്ങൾ വെച്ച് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും മദ്യപാനം ബൈബിൾ അനുസരിച്ച് ഒരു തിന്മയാണ്. യേശു കാനായിൽ വെള്ളം വീഞ്ഞാക്കി എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ വന്നാലും തിമോത്തിയോട് പൗലോസ് ലീഗ നീ ഒരല്പം വീഞ്ഞു ഉപയോഗിച്ചോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞ വാചകം എടുത്തുകൊണ്ട് വന്നാലും, ഇനി നിയമാവർത്തന പുസ്തകത്തിൽ നീ വീഞ്ഞു കുടിച്ച് സന്തോഷിച്ചോളുക എന്ന് പറയുന്ന പഴയ നിയമത്തിലെ വചനം കൊണ്ടുവന്നാലും ഞാൻ നിങ്ങളോട് പറയുന്നു, മദ്യപാനം നമ്മുടെ കുടുംബങ്ങളെ തകർത്ത് കളയും. ഒരു സംശയമില്ല. ആമോസിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ബാഷാനിലെ പശുക്കളെ എന്ന് ആമോസ് വിളിക്കുന്നുണ്ട്. ആരെയെന്നറിയാമോ? മദ്യപിക്കുന്ന സ്ത്രീകളെയാണ് ആമോസ് വിളിക്കുന്നത് ബാഷാനിലെ പശുക്കളെ. പണ്ട് ആണുങ്ങളെ മാത്രം നോക്കി പറയേണ്ട വിഷയമായിരുന്നു ഇത്. ഇപ്പോൾ എല്ലാവരെയും നോക്കിയാണ് ഇത് പറയേണ്ടത്. കുടുംബത്തിൽ മദ്യവിളമ്പ് ഇന്നൊരു സാധാരണ സംഭവമായി ക്രിസ്തീയ കുടുംബങ്ങളിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ 2-3 കാര്യങ്ങൾ, നിങ്ങൾക്ക് തിരക്കുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും 2-3 കാര്യങ്ങൾ പെട്ടെന്ന് എനിക്ക് പറയേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മദ്യം തൊടാൻ പാടില്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മദ്യം തൊടാൻ പാടില്ല. അതിന് 2 വചനങ്ങൾ ഞാൻ ബൈബിളിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാം. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായം. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായം. ലൂക്കാസ് സുവിശേഷം 1:15 വായിക്കാം. ലൂക്ക 1:15. മടുത്തോ? ഉറക്കെ വായിക്കേ ഉച്ചത്തിൽ. ലൂക്ക് 1:15. ഉച്ചത്തിൽ. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ. നിങ്ങൾ ശ്രദ്ധിക്കണം, വീഞ്ഞു കുടിക്കത്തില്ല, പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇത് ബൈബിളിൽ എപ്പോഴും ഓപ്പോസിറ്റായിട്ടാണ് പറയുന്നത്. ഞാൻ വേറൊരു വചനം ചൂണ്ടിക്കാണിച്ചു തരാം. അതായത് ഈ ഇംഗ്ലീഷിൽ ഹോളി സ്പിരിറ്റും സ്പിരിറ്റാണ്,
ആൽക്കഹോളിക് സ്പിരിറ്റും സ്പിരിറ്റാണ്. ഈ രണ്ട് സ്പിരിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ സ്പിരിറ്റ് പാടില്ല, ഈ സ്പിരിറ്റ് വരണം. അപ്പോൾ ആൽക്കഹോളിക് സ്പിരിറ്റ് ഈസ് ആന്റിതെറ്റിക്കൽ, ഈസ് ഓപ്പോസിറ്റ് ടു ഹോളി സ്പിരിറ്റ്. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. ബിയർ കുടിക്കാവോ, വീഞ്ഞു കുടിക്കാവോ, ക്രിസ്മസിന് ഒരല്പം വീഞ്ഞു കുടിക്കാവോ, ഈ ചോദ്യങ്ങളൊന്നും വേണ്ട. അതായത് വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം ഇല്ല. പിന്നെ കള്ളാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിളിൽ ഇത് എപ്പോഴും ഓപ്പോസിറ്റാണ്. വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കത്തില്ല, പകരം മറിച്ച് അവൻ്റെ ലഹരി എന്തായിരിക്കും? അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. അതാണ് പറയുന്നത്. ഇനി എഫേസോസ് ലേഖനത്തിൽ അഞ്ചാമത്തെ അധ്യായം 18 വാക്യം. എഫേസോസ് 5:18 വായിക്കാം. നിങ്ങൾ വീഞ്ഞ് കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. ശ്രദ്ധിക്കുക, ഒന്ന് നിർത്തുക. വീഞ്ഞ് കുടിച്ച് ഉന്മത്തരാകരുത്. ഞാൻ പറയാം, ഒരു സിമ്പിൾ ലോജിക്. തെറ്റാണെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ നേരിട്ട് കാണുകയാണെങ്കിൽ എന്നെ പറയാം, അല്ലെങ്കിൽ എഴുതിയാൽ മതി. മൗണ്ട് കാർമൽ, മലങ്കര ഹിൽസ്, വേറ്റനാട് അഡ്രസ് എഴുതിയാൽ മതി. ഞാൻ ഈ പറയുന്നത് തെറ്റാണെന്ന് തോന്നുവാണെങ്കിൽ കാര്യകാരണ സഹിതം എനിക്ക് എഴുതണം. മൗണ്ട് കാർമൽ, മലങ്കര ഹിൽസ്, വേറ്റനാട്, തിരുവനന്തപുരം. എഴുതണേ. എന്താണെന്നറിയാം? അതായത് ഒരുമാതിരി മര്യാദയ്ക്ക് ജീവിക്കുന്ന ഏതൊരാളും കുടിച്ചു കഴിയുമ്പോൾ അയാളുടെ ബേസ് ഇമോഷൻസ് എല്ലാം ഉണരും. തെറ്റാണെങ്കിൽ എന്നോട് പറയണം. അതായത് ചീത്ത വിളിക്കാത്തവൻ കുടിക്കുമ്പോൾ ചീത്ത വിളിക്കും. ധൈര്യമില്ലാത്തവൻ, അതായത് വല്ലവരെ നോക്കി 4 പള്ളു പറയാൻ ധൈര്യമില്ലാത്തവന് കുടിച്ചു കഴിയുമ്പോൾ ഒരു ധൈര്യം വരും. സംസാരിക്കാൻ ബലമില്ല, വല്ലവനെ നോക്കി പൊളിച്ചതെറി പറയാൻ ധൈര്യമില്ലാത്തവൻ കുടിച്ചു കഴിയുമ്പോൾ, മര്യാദയ്ക്ക് സ്ത്രീകളോടൊക്കെ മര്യാദയ്ക്ക് ഇടപെടുന്നവന് കുടിച്ചു കഴിയുമ്പോൾ ഒന്ന് തോണ്ടണമെന്ന് തോന്നും. ഇനി ആളുകളോടൊക്കെ മര്യാദ കെട്ട് സംസാരിക്കാത്തവന് രാത്രി 10 മണി കഴിയുമ്പോൾ, കുടിച്ചു കഴിയുമ്പോൾ വല്ലവരെ ഒന്ന് ഫോൺ വിളിക്കണമെന്ന് തോന്നും. ബേസ് ഇമോഷൻസ് എല്ലാം കയറി വരും. അതായത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ മനുഷ്യൻ അമർച്ച ചെയ്തു വച്ചിരിക്കുന്ന അധമ വികാരങ്ങളെ ആൽക്കഹോൾ ഉണർത്തും. തെറ്റാണെങ്കിൽ മൗണ്ട് കാർമൽ, മലങ്കര ഹിൽസ്, വേറ്റനാട് എഴുതണം. തെറ്റാണെങ്കിൽ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ അധമ വികാരങ്ങളെ അമർച്ച ചെയ്യും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ വല്ലവരെയും ഫോൺ വിളിക്കാൻ തോന്നുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും 10 മണി കഴിഞ്ഞു, വിളിക്കണ്ടെന്ന് പറയും. തോണ്ടാനുള്ളൊരു പ്രേരണ ജഡത്തിൽ നിന്ന് വരുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും തോണ്ടരുത്, നിന്റെ പെങ്ങളാണെ തോണ്ടുവും ചോദിക്കും. ഇത് ഓപ്പോസിറ്റാണ്. മനസ്സിലാവുന്നോ? ഇത് ഓപ്പോസിറ്റാണ്. കുടിച്ചു കഴിയുമ്പോൾ സകല കന്നത്തരവും കയറി വരും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കന്നത്തരം താഴും. അപ്പൊ പറയാണ് വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. അടുത്ത വാക്യം, മറിച്ച് ആത്മാവിനാൽ ലഹരി പിടിക്കണം. കണ്ടോ? ഇത് രണ്ടും അടുത്തടുത്താ പറഞ്ഞിരിക്കുന്നത്. കള്ളു കുടിച്ച് പൂസാവരുത്, പരിശുദ്ധാത്മാവിൽ പൂസാവണം. അതുകൊണ്ട് പൂസാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക. ഭയങ്കര ലഹരിയാണ്. പിന്നെ അത് കുടിക്കണമെന്നൊന്നുമില്ല. അതായത് എപ്പോഴും ലഹരിയാണ്. അത് കള്ളു കുടിച്ചവനെ പോലാണ്. അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ നാട്ടുകാർ ചോദിച്ചത് രാവിലെ വെളുപ്പാങ്കാലത്തെ അടിച്ചോന്നാണ്. മനസ്സിലായോ? രണ്ടും ലഹരിയാണ്. കള്ളിഷാപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ഭിത്തിയിൽ, ഗാനാലാപനം പാടില്ല, ഗാനാലാപനം പാടില്ല. കാരണം എന്താ അറിയാം? കള്ളു കുടിച്ചാലും പാട്ട് വരും, പരിശുദ്ധാത്മാവ് നിറഞ്ഞാലും പാട്ട് വരും. അതുകൊണ്ട് കള്ളു കുടിച്ച് പാടരുത്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പാടണം. മനസ്സിലായി? അതായത് പാട്ട് വരും എന്ന് പറഞ്ഞാൽ ഈ ആഹ്ലാദം വരും. അത് മറ്റേത് അടിച്ചാലും വരും, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാലും വരും. കള്ളു കുടിച്ച് ആഹ്ലാദം, കള്ളു കുടിച്ച് 15 മിനിറ്റ് നേരത്തേക്ക് കാണത്തുള്ളൂ. മനസ്സിലായോ? വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഫീലിങ്ങിന് വിളിക്കുന്ന പേരെന്താ? കള്ളു കുടിച്ചിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ അറിയാലോ അല്ലോ. അപ്പോൾ അതായത് കേട്ടോ, അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറ്റബോധം, നിരാശ, മടുപ്പ്, വീണ്ടും അടിക്കണമെന്നുള്ള തോന്നല്.
എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ അത് 15 മിനിറ്റ് നേരത്തേക്കല്ല, നിന്റെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ആനന്ദം പരിശുദ്ധാത്മാവ് തരും. മദ്യപാനികളെ, പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊള്ളുക. മദ്യപാനികളെ, പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊള്ളുക. മദ്യപാനികളെ, പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊള്ളുക. അതിനൊക്കെ വലിയ ലഹരി. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മദ്യം തൊടരുത്, വീട്ടിൽ കയറ്റരുത്, വീട്ടിൽ കയറ്റരുത്. മദ്യപാനി കീറത്തുണി കൊടുക്കേണ്ടി വരും. അത് നമ്മുടെ അഭിഷേകത്തിന് തടസ്സമാണ്. അത് നമ്മുടെ കുടുംബങ്ങളെ തകർത്ത് കളയും. മനസ്സിലായോ? അപ്പൻ മദ്യപിക്കുന്നത് കുഴപ്പമില്ലെന്ന് പറയും, മകൻ കഞ്ചാവ് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ലെന്ന് പറയും. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പോലും അറിയാതെ ലഹരിക്ക് അടിമകളാവുന്നുണ്ട്. അവരെ വീണ്ടെടുക്കാൻ മാതാപിതാക്കളെ പറ്റണമെങ്കിൽ മദ്യപിക്കുന്ന മാതാപിതാക്കൾക്ക് ലഹരി ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളെ ഒരു കൃപയും കൊടുത്ത് തിരുത്താൻ പറ്റില്ല. അതുകൊണ്ട് ആൽക്കഹോളിക് ഫ്രീ സോൺ. ശരീരത്തെ മാന്യതയിലും വിശുദ്ധിയിലും കാത്തു സൂക്ഷിക്കണം. പുകവലി, വെറ്റമുറുക്ക്, മദ്യപാനം, വ്യഭിചാരം, പൊർണോഗ്രഫി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്, തെറി പറയുന്നത്, ഇതിൽ നിന്നെല്ലാം ശരീരത്തെ മാന്യതയിലും വിശുദ്ധിയിലും കാത്തു സൂക്ഷിച്ചാൽ, ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് നോക്ക്, എന്നെ നോക്ക്. അങ്ങനെ വിശുദ്ധിയുള്ള ശരീരം കൊണ്ട് നിങ്ങൾ ഒരു വലിയ ഇരുമ്പ് വാതിലിൻ്റെ മുമ്പിൽ പോയി നിന്നാലും ആ ഇരുമ്പ് വാതിൽ നിങ്ങൾ കൊട്ടാതെ തന്നെ തുറക്കപ്പെടും. വിശുദ്ധിയുള്ളൊരു ശരീരം, വിശുദ്ധിയുള്ളൊരു ജീവിതം. ആ ജീവിതത്തിന് കോട്ടകളെ തകർക്കാനും മലകളെ ഇടിച്ചു കളയാനും ഇരുമ്പ് വാതിലുകളെ തുറക്കാനുമുള്ള ശക്തിയുണ്ട്. വിശുദ്ധിയുള്ള ഒരു ശരീരം. അങ്ങനെ വിശുദ്ധിയുള്ളൊരു ശരീരമായിരുന്നു പത്രോസിൻ്റെ ശരീരം. ആ ശരീരത്തിന് കയ്യിലും കാലിലും ചങ്ങലയിട്ട് 16 പട്ടാളക്കാർ കാവൽ നിന്നെങ്കിലും ആ വിശുദ്ധിയുള്ള ശരീരത്തെ കർത്താവ് ആ ചങ്ങല അഴിച്ച് വെളിയിൽ കൊണ്ടുവന്ന് വേലക്കാരി റോദാ വന്ന് വാതിൽ തുറക്കുമ്പോൾ പത്രോസ് ആ വീടിന് മുറ്റത്ത് നിൽക്കും. വിശുദ്ധിയുള്ളൊരു ശരീരമായിരുന്നു പൗലോസിൻ്റേത്. ആ ശരീരം കൊണ്ട് അവൻ ആരാധിക്കുമ്പോൾ കൈകളിലെയും കാലുകളിലെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമുക്ക് ദൈവം ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ നിന്ന് തരുന്ന ഇന്നത്തെ പാഠം ഇതാണ്. നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കണം. ശരീരത്തിന് എതിരെ ചെയ്ത തെറ്റുകളെക്കുറിച്ച് അനുദപിക്കണം. മദ്യപാനം ഉപേക്ഷിക്കാൻ ഇന്ന് രാത്രി ഈ കൺവെൻഷൻ പന്തലിൽ വെച്ച് തീരുമാനമെടുക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് സമൃദ്ധമായിട്ട് കുടുംബങ്ങളെ ഇന്നു മുതൽ അനുഗ്രഹിക്കുന്നത് കാണും. തീരുമാനമെടുക്കുക. പുകവലി ഉപേക്ഷിക്കണം, മദ്യപാനം ഉപേക്ഷിക്കണം, വെറ്റമുറുക്കുന്ന ഉപേക്ഷിക്കണം, പാക്ക് വെക്കുന്ന ഉപേക്ഷിക്കണം, പാൻമസാലകളുടെ ഉപയോഗം ഉപേക്ഷിക്കണം, അതുപോലെ തന്നെ അശുദ്ധി കാണുന്നത് ഉപേക്ഷിക്കണം. ഇത് ഉപേക്ഷിക്കാൻ യേശുവിൻ്റെ മുമ്പിൽ ഇന്ന് ആരാധനയിൽ കർത്താവിനെ സാക്ഷി നിർത്തി തീരുമാനം എടുക്കുക. യേശു അനുഗ്രഹിക്കും. എഴുന്നേറ്റ് നിൽക്കാം.